ഇല്ല, റാംബോ അല്ല എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വാച്ചിങ് കൂടുന്നത് ഈ പറഞ്ഞ സംഭവമാണ്. നമ്മൾ ഇതേമാതിരി കണ്ടൻസ് റീമാർക്കറ്റ് ചെയ്ത് സപ്ലൈ ചെയ്ത് മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിലും ഈ പറയുന്ന പോലെ യൂട്യൂബിലൊക്കെ പോകുന്നതിനനുസരിച്ചാണ് നമുക്ക് വാച്ചിങ് ഗ്രാജുവലി കൂടുക. അല്ലെങ്കിൽ ഷമീറിന് എത്രയാണോ വാച്ചിങ് ഉണ്ടായിരുന്നത് ആ സംഭവം അങ്ങനെ അത്ര മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. അതിന് കുറയാനും പാടില്ല. കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്യാരക്ടർ വൈസിലോ അല്ലെങ്കിൽ നമ്മളെ കണ്ടന്റിന്റെ മോശത്തിന്റെ പുറത്തോ അത് കുറയണം. കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പുറത്ത് മാത്രമേ കൂടുള്ളൂ. ഇപ്പം ഷമീറൊക്കെ ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ RPയിൽ വന്ന സമയത്ത് ഷമീറിന്റെ വാച്ചിങ് ഒക്കെ 15K 10K, അതിൽ നിന്ന് കുറഞ്ഞത് 1000 അയക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് അവന്റെ കണ്ടന്റ് സപ്ലൈ ചെയ്യുന്നതിന്റെ മോശം, അല്ലാന്നുണ്ടെങ്കിൽ അത് അവന്റെ ക്യാരക്ടറിന്റെ മോശം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അവന്റേതായ മിസ്റ്റേക്ക് ഉണ്ട്. മേ ബി അവൻ ഗ്യാപ്പ് എടുത്തതിന്റെ മിസ്റ്റേക്ക് ഞാൻ പറയാം. ഗ്യാപ്പ് എടുത്തത് ഞാനല്ല, മനസ്സിലാ. എന്നെ കൊണ്ട് തൊപ്പിയാണ് ഗ്യാപ്പ് എടുപ്പിച്ചത്. എന്നോട് തൊപ്പിയാന്ന് പറയുന്നത് ലൈവ് നിർത്താൻ വേണ്ടി പറയും, അപ്പം ഞാൻ നിർത്തണം. ഞാൻ ഒരു മെഷീൻ പോലെയാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടത്, മനസ്സിലായി. ഇതൊന്നും ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചെന്ന്. ഞാൻ ഇന്നേ വരെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഗ്യാപ്പ് എടുത്തിട്ടില്ല. അതിനുള്ള തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്, മനസ്സിലായോ. എന്നോട് പറയും ലൈവ് നിർത്ത്, നീ ഒരു മാസത്തേക്ക് ലൈവ് ചെയ്യണ്ട. ഇങ്ങനെ പല നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്, ഞാൻ പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ സാധനം ഇങ്ങനെ നാളെ ഒരു ദിവസം പെട്ടെന്ന് ഇത് കമ്മിയായി ഒരു 200-ലും 300-ലും സ്ട്രീം ചെയ്യേണ്ടി വന്നാൽ പോലും എന്നെ സംബന്ധിച്ച് അത് എനിക്കൊരു വിഷയമേ അല്ല. കാരണം എനിക്കിതൊരു ഫസ്റ്റ് പ്രയോറിറ്റി ഓഫ് പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ഒന്നും അല്ല എന്നെ സംബന്ധിച്ചത്. എന്നാലും ഇത് എനിക്കൊരു എന്റെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, പേഴ്സണൽ ഹാപ്പിനെസിനും വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിൽ എനിക്ക് വാച്ചിങ് കുറഞ്ഞു കരുതിയാണ് എനിക്ക് ഈ മരണമാരി ബാക്കിയുള്ള ആൾക്കാരെ വാച്ചിങ് കുറക്കാൻ വേണ്ടി പോവാ. മാക്കിന്റെ വാച്ചിങ് കൂടി. അപ്പൊ എന്താ ഞാൻ ചിന്തിക്കും, മേ ബി എന്തുകൊണ്ട് എന്റെ വാച്ചിങ് കുറഞ്ഞു, മാക്കിനും അങ്ങനെ വാച്ചിങ് കൂടി, അങ്ങനെ ചിന്തിച്ചിട്ട് മേ ബി ഞാൻ ചെയ്യുള്ളൂ. അല്ലാതെ മാക്കിന്റെ വാച്ചിങ് കുറക്കണം എന്ന് കരുതിയിട്ട് അവരെ താത്താൻ വേണ്ടിയിട്ട് ഉള്ള ചെയ്യുന്ന പരിപാടി പൊതുവെ അത് ചെയ്യണത് ഒട്ടും ശരിയല്ല. മെയിൻലി പറയാനുള്ളത്. അപ്പോ എനിക്ക് ഈ പറഞ്ഞ പോലെ തൊപ്പിയാണെങ്കിലും ഷമീറാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ റെയ്ഡ് തന്നിക്കണമെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ എന്തൊക്കെ ചെയ്ത് തന്നിക്കണമെന്നുണ്ടെങ്കിലും ആ സമയത്തുള്ള എൻ്റെ വാച്ചിങ്ങും ഇപ്പം എൻ്റെ ഉള്ള വാച്ചിങ്ങിലും എന്തായാലും എനിക്ക് പേഴ്സണലി ഉറപ്പ് പറയാം, ഞാനത് അത്രയും എഫേർട്ട് ഇട്ട് എൻ്റെ സ്ട്രീമിങ്ങിൽ എനിക്ക് ഗ്രാജുവലി ഇമ്പ്രൂവ് ആവണം എന്ന് കരുതി ഞാൻ നല്ല കണ്ടന്റ് സപ്ലൈ ചെയ്തിട്ടും ഞാൻ ഗ്യാങ്ങിന് വേണ്ടി അത്രയും എൻ്റെ ടൈം ഞാൻ എഫേർട്ട് ഇട്ടിട്ടും തന്നെയാണ് എനിക്ക് ആ വാച്ചിങ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയെന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. മനസ്സിലായില്ലേ? ബാക്കിയുള്ള ആൾക്കാരെ പോലെയല്ല. ഞാൻ ഇതിന്മേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർക്ക് ആർക്കൊക്കെ എത്രത്തോളം അറിയുന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ എൻ്റെ രാവും പകലും ഈ ഗ്യാങ്ങിന് വേണ്ടി ഞാൻ നിൽക്കലുണ്ട്. അത് ഇവിടെ ആർക്ക് കാരണം എന്താ ഇവന് വാച്ചിങ് കിട്ടാനും ഇവന് ഇതിൽ വളരാനും വേണ്ടിയിട്ട് ഇവൻ നിൽക്കലുണ്ട്. ഇവന് നിങ്ങൾക്ക് ഇത് അറിയാത്തോണ്ടാന്ന് ഗൈസ്, ഇതിന്റെ ബാക്കിൽ എന്തെല്ലാം ഈ പുണ്ടച്ചി മോനൊക്കെ വോയിസ് മെസ്സേജ് ഉണ്ടല്ലോ, ഇവനെല്ലാം എനിക്ക് അടിച്ച വോയിസ് മെസ്സേജ് ഉണ്ടല്ലോ. നിക്ക്, ഞാൻ നാളെ കൊടുക്കാം, ഞാൻ പ്രഷറിന്റെ പുറത്ത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇവന്റെ എല്ലാം അമ്പിത്തര ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ മാലിക്കിനെ പറ്റി പറഞ്ഞ എന്തോ 1-2 സാധനമൊക്കെ ഞാൻ ഓൾറെഡി കണ്ടു. അതില് ഉറപ്പാണ്, ഒന്ന് അണ്ണന്മാര് അല്ലെങ്കിൽ എന്റെ മേലുള്ള ഇക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഞാനായിരിക്കും, ഒന്ന് ഞാൻ എന്തായാലും ഉണ്ടാവും. എന്റെ മേലക്കുള്ള ആൾക്കാരുണ്ടോന്നുള്ളത് ഇപ്പൊ നാളെ വന്നല്ലേ പറഞ്ഞത്. അപ്പൊ അത് വരുമ്പോ കാണാം. അതിലുണ്ടെങ്കിൽ ചിലപ്പം റാംബോ ആയിരിക്കും, അല്ലെങ്കിൽ നിയാദായിരിക്കും, തൊപ്പി ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പൊ അവൻ ചെയ്യട്ടെ, അത് അവൻ ചെയ്തതിന് ശേഷം നമുക്ക് സംസാരിക്കേണ്ട കാര്യമുള്ളൂ, അല്ലാതെ ഇപ്പം പറയേണ്ട കാര്യമില്ല. പിന്നെ ഡബ്ല്യു മാലിക്, ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, നിങ്ങള് ജസ്റ്റ് ഒരു കാര്യം തിങ്ക് ചെയ്താൽ മതി. ഇവിടെ ഇത്രയും ആൾക്കാരെ കൊണ്ട് നടന്ന് ഇവരെ ഈ ഒരു 10-45 ആൾക്കാരെ നിങ്ങൾക്ക് അറിയാം, ഈ പറയുന്ന 3000-3500 ആൾക്കാരെ എന്തായാലും ഇവിടെ വന്ന് റെഗുലർ ആയിട്ട് സ്ട്രീം ചെയ്യണ ഒരു 2.5 ആൾക്കാർക്ക് എന്തായാലും അറിയും നമ്മളെ ഗ്യാങ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എങ്ങനെ പോയിക്കൊണ്ടിരുന്നതെന്നും ആ താന്ന് കടന്നോടത്തുനിന്ന് ഇതേമാതിരി എങ്ങനെയാണ് നമ്മളിത് പൊക്കി എടുക്കാൻ നോക്കിയതും പൊക്കി എടുത്തതും ആരൊക്കെ വന്നതിന് ശേഷമാണ് നമ്മളെ ഗ്യാങ് നന്നായതെന്നും അതില് കൂടുതൽ കൊണക്കല്ലടാ.
ഉണക്കല്ലടാ. തൊപ്പീനെ കുറ്റം പറഞ്ഞപ്പോൾ പോലും ഈഗിള് തെറി വിളിച്ചപ്പം പോലും അതും കേട്ട് നിന്ന് എൻ്റെ വ്യൂവർഷിപ്പ് ഇതാവും, ഈഗിളിനെ കുറ്റം പറഞ്ഞാൽ എൻ്റെ വ്യൂവർഷിപ്പ് ഡ്രോപ്പ് ആവും, അല്ലെങ്കിൽ ഈഗിളിൻ്റെ ആൾക്കാർ എന്നെ ഹെയ്റ്റ് ചെയ്യുമെന്നും വിചാരിച്ചിട്ട് അന്നേരമെല്ലാം ബായും പൊത്തി ഓനെല്ലാം കുനിഞ്ഞു കൊടുത്ത് നിന്നിട്ട് ഇപ്പം തൊപ്പി ഇതായിരിക്കും നിൽക്കെല്ലാം അല്ലേ? ഇപ്പം നിൽക്കെല്ലാം തൊപ്പി വല്ല ഇതായിരിക്കും അല്ലേ? ഇപ്പം ഇതല്ല. കാരണം എന്താ, അന്നേരം പറയാനുള്ള ഉറപ്പില്ല, സാമാനത്തിന് അന്നേരം ഉറപ്പില്ല, മനസ്സിലായോ? അന്നേരം അതിനുള്ള ഉറപ്പ് കിട്ടിയിട്ടില്ല. കാരണം എന്താ, ഈഗിളാന്ന് പറയുന്നത്, ഈഗിളിനെതിരെ പറയാൻ പേടിയുണ്ടാവും, വിറക്കും, മനസ്സിലായോ? ഈഗിളിനെതിരെ പറയാൻ വിറവ് വരുന്നുണ്ടാവും. പറഞ്ഞു കഴിഞ്ഞാൽ ഈഗിളിൻ്റെ ആൾക്കാരും കൂടി നമ്മളെ ഇത് കാണൂലേ, നമ്മളെ ഇതാക്കൂലേ, അങ്ങനെ ഒരു പേടി വന്നിട്ടുണ്ടാവും. ആ പേടി ഞാൻ വെച്ചില്ല. അത് നീയൊന്നും ഒരിക്കലും അങ്ങനത്തെ ഒന്നും അവസ്ഥ എന്നും വിളിച്ചാലും നീയൊന്നും പറയാൻ പോകുന്നില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. കാരണം അതിനൊരു സാധനം വേണം, ഒരു ഉറപ്പ്, അതില്ല, മനസ്സിലായോ? അഥവാ ഇങ്ങനെ PC അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, മെൻ്റലി ആർക്കും തീരെ സിറ്റിയിൽ പോലും കയറാൻ താല്പര്യമില്ലാതെ മൈൻഡ് ഫക്കായി നിന്ന് മേ ബി ഈ ഗ്യാങ് ഷട്ട് ഡൗൺ ആവും എന്ന് വിചാരിച്ചു കൊടുത്തുനിന്ന് നമ്മൾ ഗ്യാങ്ങാണിത്, മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തതാ ഓൾറെഡി. ഈ പറയണ പോലെ മുമ്പ് ഞങ്ങളൊരു കട ഇട്ടീനി, ഒരു 10-40 ലക്ഷം റുപ്യേൻ്റെ ഒരു കട ഇട്ടിട്ട് അത് ഒരു കട തുടങ്ങി ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് ഇതേപോലെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഇവന് കടയിൽ ഇതൊന്നല്ല, ഇവൻ പണ്ട് മുതലേ നമ്മളടുത്ത് വരുന്നതാ. ഇവൻ പണ്ട് മുതലേ പല ഫർദ വാങ്ങിയിട്ടും പല അത് വാങ്ങിയിട്ടും ഇത് വാങ്ങിയിട്ടും അന്ന കൂട്ടിയിട്ട് മറ്റേ ഇതിൽ കൂട്ടിയിട്ട് കൊണ്ടുപോയിട്ട് ഇവന് പൈസ ഇതാന്ന് ഞാൻ പറയൂല, പൈസ മാത്രമാണ് ഇവൻ്റെ ഇതെന്ന് ഞാൻ പറയൂല. പക്ഷെ ഇവന് ഫെയിം ഭയങ്കര ആഗ്രഹം, ഫെയിം ഇവന് ഭയങ്കര ആഗ്രഹം. അത് ഇവൻ്റെ വായിൽ തന്നെ ഇവൻ ഒരു 100 പ്രാവശ്യം എന്നോടും തൊപ്പിനോടും കരണ്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇവൻ, മനസ്സിലായോ? ഇവൻ മറ്റേ PR ടീമിനെ വെച്ച് എത്രയോ പൈസ കൊടുത്തിട്ടാണ് ഇവൻ്റെ ഓരോ വീഡിയോസും ഇതും. ഇവന് 100 വാച്ചിങ് ഉള്ളവരും പോലും ഇവന് 10-20 PR ടീംസ് ഇവൻ്റെ വീഡിയോ ഇടലും എന്നിട്ട് റീച്ച് ഇല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് കരണ്ടവനാണ് ഇവൻ, മനസ്സിലായോ? എന്നെ മറ്റേ കാറിലും ഇതിലും മറ്റേലും കൂട്ടിക്കൊണ്ട് പോയി വേണ്ടതും വേണ്ടാത്തതെല്ലാം മേടിച്ച് തന്ന് ഇതാക്കി നിന്ന് എൻ്റെ അടുത്ത് നിന്ന് കിട്ടേണ്ടതും കിട്ടിയരം മൂഞ്ചിച്ചിച്ച് പോയിട്ട് ഇപ്പോൾ കൊണക്കുന്ന നീയല്ലോ. നിക്കടാ, നിക്ക്. ആയിട്ട് ഗ്യാങ് ഊമ്പി തട്ടി പ്രൂഫ് കാണിക്കും, പ്രൂഫ് ഞാൻ കാണിക്കാം. അപരാധം, അതേപോലെ ഫാൽക്കന്റെ കേസ് അന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഫാൽക്കന്റെ കേസ്, RP അപരാധം എന്നുള്ള രീതിയിൽ ആ ഒരു സമയത്തൊക്കെ നമ്മളെ ഗ്യാങ്ങിലെ ഓരോരുത്തരെയും മെന്റലി ഡൗൺ ആയി നിൽക്കുന്ന സമയം. അഥവാ ഇങ്ങനെ PC അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, മെന്റലി ആർക്കും കൺവേർട്ട് ചെയ്യട്ടെ, എത്ര പറ്റും അത്ര കൺവേർട്ട് ചെയ്യട്ടെ, നോ പ്രോബ്ലം. മേ ബി ഈ ഗ്യാങ് ഷട്ട് ഡൗൺ ആവും എന്ന് വിചാരിച്ചു കൊടുത്തുനിന്ന് നമ്മൾ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഗ്യാങ്ങാണ്, മനസ്സിലായോ? അപ്പോ ഞാൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തതാ ഓൾറെഡി. ഈ പറയണ പോലെ മുമ്പ് ഞങ്ങളൊരു കട ഇട്ടീനി, അത് ഒരു കട തുടങ്ങി ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് ഇതേപോലെ റോഡ് പണി തുടങ്ങി കടന്റെ മുമ്പിൽ തന്നെ. ആ കടന്റെ മുമ്പിലെ റോഡ് പണി കാരണം 2 മാസത്തോളം കച്ചവടമല്ലാതെ കട പൂട്ടാണ്ടി വരും എന്ന അവസ്ഥയിലെത്തി. ആ ഒരു സമയത്ത് അതിലുണ്ടായിരുന്ന പാർട്ട്നേഴ്സ് ഒക്കെ ഇവനിപ്പോ പൈസന്റെ കാര്യം പറഞ്ഞല്ലോ, എന്റെ ഒരു വോയിസ് മെസ്സേജ് ഉണ്ട്, അത് ഞാൻ കേൾപ്പിക്കാം. അപ്പൊ തിരിയും ഇവന്റെ പൈസന്റെ ഇതെന്താന്നും അല്ലെങ്കിൽ എന്നോട് ഇവൻ ചെയ്തത് എന്താന്നും അത് ഞാൻ കാണിക്കാം, വെയിറ്റ് ആക്ക്. ആ ഒരു 2-3 മാസം കഴിഞ്ഞ റോഡ് പണിയൊക്കെ കഴിഞ്ഞപ്പം കടയിൽ ഭയങ്കര കച്ചവടമായി. കടയിൽ നല്ല റാത്തായാണ് കടയൊക്കെ ഇങ്ങനെ പോലെ തുടങ്ങിയപ്പോ അതില് ഷെയർ കിട്ടാണ്ടോ, നമ്മളാ പഴയ ഷെയർ നമ്മളാ പൈസ തരേനി. അപ്പൊ നിങ്ങൾ എന്ത് പറയും? പോടാ കുണ്ണേന്ന് പറയില്ലേ? അതാണ് ഊമ്പിക്കോ എന്നുള്ളത് പറയും, എന്തായാലും അത് പറയും. കാരണം കച്ചവടം നടക്കുന്നുണ്ട് എന്ന് കാണുമ്പോ അതിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളും. ഇനി അതില് 1 by 1 എനിക്ക് എന്താ പറയാ, ഞാൻ പറയാറുണ്ട്. പക്ഷെ അവന്റെ വീഡിയോ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയാം, അതായിരിക്കും നല്ലത്. ഇട്ടിട്ട് നീയല്ല പറയണ്ട, ഓൺ ദ സ്പോട്ട് ക്ലിപ്പൊക്കെ വരൽ തുടങ്ങി ഇവിടെ. നീ അത്രയും പൈസ കൊടുത്ത ആൾക്കാരെ ആക്കിയിട്ടുണ്ടല്ലോ, ഓൺ ദ സ്പോട്ട് ക്ലിപ്പ് വരുവാടാ പൊട്ടാ. നീ നിനക്ക് ഫേമസ് ആവാൻ വേണ്ടി നീ ഒരു 10-200 ആൾക്കാരെ ആക്കി, എന്നോട് നീ പറഞ്ഞിട്ടില്ലേ കാർന്ന്, ഓർമ്മയില്ലേ ശരിക്കും? ഇതും കൊണ്ട് പോയിട്ടിട്ട് നീ ഫേമസ് ആവാൻ വേണ്ടി നിനക്ക് കുറെ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് നീ ഒരു 10-200 ആളെ ആക്കി നീ എന്നോട് പറഞ്ഞിട്ടില്ലേ? നീ പറഞ്ഞിട്ടില്ല എന്ന് പറയടാ. ഈ സാധനം ഫോൺ വിളിച്ചങ്ങാണ്ട് തീരുമാനമാക്കേണ്ട കേസല്ലേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഓൻ ഈ VC വിളിച്ചെടുത്തിങ്ങാണ്ട് ഞങ്ങൾ രണ്ടാളും തമ്മിൽ വർത്താനം പറഞ്ഞാൽ പോരെ. അല്ലാതെ ഒരാളെ ലൈവ് വാച്ച് പാർട്ടി ചെയ്യുക, അതിരുന്ന് കണ്ടുകാണ്ട് അതിന് അതൊക്കെ ഒരു ലൂപ്പാ. ഇത് ഇടേണ്ട കൈസ്, ഇത് ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കിയേക്ക് കൊണ്ടുവന്നിട്ട്. എനിക്കിത് പ്രത്യേകിച്ച് ടൈം 2 ആള് ലൈവ് കാണാൻ കഴിയുക അതന്നെ. എനിക്ക് ഇതിലൊന്നും പേഴ്സണലി ഒന്നും പറയാനില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്താ പറയാ, സിറ്റിക്കകത്ത് ഓരോരുത്തർക്കും ഒരു ക്യാരക്ടർ ഉണ്ട്.
ഓരോരുത്തർക്കും ഒരു ക്യാരക്ടർ ഉണ്ട്. ഓരോരുത്തർക്ക് ആ ക്യാരക്ടറിന് ഒരു ഓറ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് നമ്മൾ കളിക്കുന്നത് GTA ആണ്. GTA RP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി റോൾ പ്ലേ ആണ്. റോൾ പ്ലേയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിറ്റിക്കകത്ത് കയറിയ ഒരു നാടകം, നമുക്കൊരു ക്യാരക്ടർ ഉണ്ടാവും, നമ്മളൊരു എന്താ പറയുക ഒരാളായി അഭിനയിക്കുകയാണ് നമ്മൾ അതിൻ്റെ അകത്ത്. അല്ലാതെ നമ്മൾ അതൊരു വിർച്വൽ വേൾഡ് മാത്രം, അല്ലാതെ റിയൽ ലൈഫ് അല്ല. അപ്പം നമുക്ക് നമ്മളെ റിയൽ ലൈഫിൽ നടത്താൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ റിയൽ ലൈഫിൽ എങ്ങനെയൊക്കെയാണോ അതേപോലെയൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് VC പോന്ന ചെയ്യണം. ഇവന്റോടൊന്നും അതാണ് ഞാൻ സംസാരിക്കൂല. ഇതിന്റെ ഈ ഒരു VC നമ്മളിപ്പോൾ ചെയ്യുന്ന RP എന്ന് പറയുന്നത്. അതിൽ ഇവന്റെ ഓരോ കുറെ ക്യാരക്ടേഴ്സിനും ഓരോ ഓറ ഉണ്ടാവും. അല്ലെങ്കിൽ ഓരോ ചില ക്യാരക്ടേഴ്സിന് തീരെ ഓറ ഉണ്ടാവില്ല, ചില ക്യാരക്ടേഴ്സ് വെറും അത് അങ്ങനത്തെ ആൾക്കാരുമാണ് സമൂഹത്തിൽ ചെറിയ ഷോപ്പ് ചെയ്യുന്ന ആൾക്കാരുമാണ്. അല്ല എല്ലാവരും ബിസിനസ്മാൻമാരായ അപ്പോൾ അവിടെ സെയിൽസ്മാൻ ഉണ്ടാവില്ല. മനസ്സിലായി? അവിടെ ഓരോന്നിനും ഓരോ സംഭവമല്ലേ. അതേപോലെ സിറ്റിക്കകത്ത് പൈസ നീ ഉള്ള ഓനോട് ആൾക്കാർ പറ വേണം, VC വരാൻ. ഇതേമാതിരി പൈസ നീ ഇല്ലാത്ത ഓനോട് ആൾക്കാർ VC യിൽ വേണം, വരാൻ പറ. ഇതേമാതിരി ഇവിടെ എന്റെ VC യിൽ ഇരിക്കാം, ഈ എന്റെ VC യിൽ ഇരിക്കാം. തെണ്ടിത്തിരിഞ്ഞാണ്ട് ഇങ്ങോട്ട് വരാൻ നടക്കുന്ന പറ, RP ചെയ്യാൻ പറ്റിയ ആൾക്കാർ ഇങ്ങോട്ട് വേണം, വരാൻ പറ. കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒറ്റക്ക് വരാൻ ഉസ്മാന്, പറ. അതേമാതിരി ഒറ്റക്ക് ഞാൻ ജമാലും, ഒറ്റക്കാം. അങ്ങനെ കുറേ അപ്പൊ ഒറ്റക്ക് വരാൻ പറ. ആൾക്കാരുണ്ടായിരുന്നു. അതേപോലത്തെ ആൾക്കാർ വേണം. സിറ്റിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിർബന്ധമായ കാര്യങ്ങളാണ്. തീട്ടങ്ങളൊന്നായിട്ട് ഞാൻ സംസാരിക്കാറില്ല. അതേപോലെ മനസ്സിലാ? ഓനോട് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ, ഞാൻ ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കാം. എൻ്റെ മനസ്സിലാ? സിറ്റിക്കകത്ത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ 6 മാസം മുമ്പ് അല്ല ഒരു 8 മാസം മുമ്പൊക്കെ ഞാൻ സിറ്റിക്ക് വന്നത്. അന്ന് തൊട്ടേ ഞാൻ സിറ്റിയിൽ എനിക്ക് ഉണ്ടാക്കി വെച്ച ഒരു ക്യാരക്ടറും എനിക്ക് ഉണ്ടാക്കി വെച്ച ഒരു ബേസും ഉണ്ട്. അഥവാ ഞാൻ നന്നായി പൈസ ഇറക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇതിൽ കളിച്ചുകൊണ്ടിരുന്നതിന് സെർവറിൽ. നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ടിങ് തൊട്ട് കാണുന്നവർക്കൊക്കെ അറിയും. സിറ്റിയിൽ അത്യാവശ്യം നല്ല പൈസ ചിലവാക്കി കൊണ്ട് തന്നെയാണ് ഞാൻ കളിച്ചിരുന്നത്. അതേ സമയം അതേമാതിരി ഒരു 2 മാസം കഴിഞ്ഞിട്ടോ 1 മാസം കഴിഞ്ഞിട്ടൊക്കെ തന്നെയാണ് മാക്ക് വന്നത്. മാക്ക് ആ ഒരു രീതിക്കല്ല, മാക്ക് കുറേ പാട്ടൊക്കെ പാടി അങ്ങനത്തെ ഒരു രീതിക്കായിരുന്നു. അത് ഓരോരുത്തർക്കും ഓരോ ബേസ് ഉണ്ടാവും. മനസ്സിലായോ? ഞാൻ അന്ന് തൊട്ടേ ക്രിയേറ്റ് ചെയ്ത് വന്ന എൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ആ ക്യാരക്ടർ ഓറ ലോസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇറക്കുന്ന സിനിമാറ്റിക്സിലും അതേപോലെ എല്ലാത്തിലും എൻ്റെ ഒരു പേഴ്സൺ അത് നിങ്ങൾക്ക് തന്നെ ആ ഫീലിങ്സ് കിട്ടും. അതാണ് അതിൻ്റെ മാറ്റം. മനസ്സിലായോ? അത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. ഷമീർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്നാണ്ട് ഒരു ഫ്ലേട്ടിംഗ് ടൈപ്പ് ഓഫ് RP ചെയ്തത്. മനസ്സിലായോ? അത് നിങ്ങൾക്കതൊരു എന്താ പറയുക ആരും ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് RP ചെയ്യണ കാണുമ്പം ഒബ്വിയസ്ലി നിങ്ങൾക്കത് ഭയങ്കര ഒരു എൻ്റർടൈനിങ് ആയിട്ട് തോന്നും. അത് ഈവൻ സെർവറിലെ അഡ്മിൻസ് ആയിട്ടുള്ള കുറേ ആൾക്കാർ, മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നുള്ള കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, VC പോന്നോ ഷമീർ കാളിങ്? എനിക്കൊന്നും വിളിച്ചിട്ടൊന്നുമില്ല, ഞാൻ പോകുന്നില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. കഴിച്ച് ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് സംസാരിക്കാണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഓഫ് സ്ട്രീമിൽ സംസാരിക്കും. ഷമീർ കാളിങ് എനിക്കൊന്നും വിളിച്ചിട്ടൊന്നുമില്ല, ഞാൻ പോകുന്നില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. കഴിച്ച് ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് സംസാരിക്കാണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഓഫ് സ്ട്രീമിൽ സംസാരിക്കും. അല്ലാതെ ഇതാ ഈ കണക്കിനുണ്ടല്ലോ എന്ത് ഇത് ഇങ്ങനെ വ്യൂവർഷിപ്പ് ഉണ്ടാക്കിയ കുറച്ച് ഗുണങ്ങളുണ്ടല്ലോ. ഷമീർ ഹെയ്റ്റ് തന്നെന്നും പറഞ്ഞിട്ട് ഷമീറിന്റെ റെയ്ഡും ഷമീറിന്റെ എല്ലാ ഇതും മേടിക്കേണ്ട എല്ലാം മേടിച്ചെടുത്തിട്ട് പിന്നെ ഷമീർ വിളിച്ചാൽ ഫോൺ എടുക്കൂല, ഷമീർ മെസ്സേജ് അയച്ചാൽ റിപ്ലൈയും തരാത്ത ഗുണങ്ങളുണ്ടല്ലോ. ഈ ഗുണകള് ഇതില് ഞാൻ പറഞ്ഞേ, ഇതില് ഷമീർ ഹെയ്റ്റ് തന്നു എന്ന് പറഞ്ഞാണ്ട് ഗുണകൾ എന്നുള്ളത് മെയിൻലി ഒന്ന് പറയണത് ഞാനായിരിക്കും, ഒന്ന് മാക്കോ ആയിരിക്കും. ഞങ്ങൾ രണ്ടാളേ അത് പറയുള്ളൂ, കാരണം ഞങ്ങൾ രണ്ടാളുമാണ് അത് പറഞ്ഞത്. അപ്പം ഇതിനൊക്കെ റിപ്ലൈ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ ഇവൻ പറയാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? ഇവന് ഇപ്പോൾ ഒരു 100-200 വാച്ചിങ് കുറഞ്ഞതുകൊണ്ടാണ്. കഴിച്ചു ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്നെ സംബന്ധിച്ച് ഇതൊരു 100 നീ വീഡിയോ ഇട്ടോണ്ടല്ലേ? അപ്പൊ അയ്യോ ഞാനിത് പറയാൻ കാരണം എടാ നിന്റെ വീഡിയോ അല്ലടാ, നീയല്ലടാ അത് പറഞ്ഞിട്ടിട്ടത്. പിന്നെ ഞാനെങ്ങനെടാ മൊണ്ണെ, എന്താടാ നിന്റെ തലയിൽ തീട്ടാന്നോടാ? ആയാലും 500 ആയാലും 1000 ആണ്. ഇവരെന്നെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പറഞ്ഞത് വാച്ചിങ് കുറയുമ്പം ഞാൻ ഊമ്പി തന്നിട്ടല്ലടാ. നിങ്ങൾ കണ്ടതല്ലടാ, നിങ്ങൾ കണ്ടതല്ലേ അത് ടൈപ്പ് വർത്താനം ഞാൻ പറയും. ഇവിടെ കണ്ടവർക്ക് അറിയാം. ഫസ്റ്റ് മുതൽ ലൈവ് തുടങ്ങിയ മുതൽ കണ്ടവർക്ക് അറിയാം ഇതിന്റെ സത്യം. ലൈവ് ഉണ്ടോടാ? ഞാൻ ബുദ്ധിയില്ലാത്തവരോട് സംസാരിക്കാറില്ല. ബുള്ളിന് ഞാൻ തന്നെയാണ് റൈഡ് കൊടുത്തത്. ബുള്ളിന് ഞാൻ റൈഡ് കൊടുത്ത സമയത്ത് ഇതേമാതിരി സ്റ്റാർട്ടിങ്ങിലൊക്കെ 1K 1.2K ഒക്കെ വാച്ചിങ് ഉണ്ടായിരുന്നു. ബുള്ളിന് അവിടെ ഞാൻ സ്ട്രീം ചെയ്യുന്ന സമയത്ത് തന്നെ ബുള്ള് അവിടെ സ്ട്രീം ചെയ്യാറുണ്ടായിരുന്നു. അത് കരുതിയിട്ട് ഞാൻ ഇന്നേ വരെ ബുള്ള് എന്താ പറയാ, എനിക്കിപ്പോ ഞാൻ ഈ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബുള്ളിനെ സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു. ആ 1.2K കൂടി എനിക്ക് കിട്ടേണ്ട വാച്ചിങ് ആയിരുന്നു. ഈ വാച്ചിങ്ങിന്റെ കേസ് ബുള്ള് സ്റ്റിൽ 600 വാച്ചിങ് ഉണ്ട്. അതാ ഞാൻ അതൊന്നും എൻ്റെ മൈൻഡിലാവുന്ന ഞാൻ ചിന്തിക്കാറ് പോലും ഇല്ല. ഞാൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ
ഇവന്മാരൊക്കെ വാച്ചിങ് എനിക്ക് തന്നെ കിട്ടണം, എനിക്ക് മാത്രം എടാ 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 എടാ, ഞാൻ മാത്രം നീ എന്നോട് എന്നുള്ള രീതിയിൽ ഇവൻ എന്നോട് പണ്ട് ഞാൻ യൂട്യൂബിൽ ലൈവ് ഇടുമ്പോൾ ഇവൻ എന്നോട് എന്താ പറയുന്നത്, ഷമീർ നമ്മൾ സെയിം ടൈം ലൈവ് ഇടരുത്, വ്യൂവർഷിപ്പ് സ്പ്ലിറ്റ് ആവും, അതുകൊണ്ട് നീ ഒരു ടൈം പറ, ഞാൻ ഈ സമയത്ത് ഇടാം. അതെന്തിനാ ഇവൻ പറഞ്ഞത്? അതെന്തിനാ അപ്പം ഇവൻ പറഞ്ഞത്? ഇവനെ കാട്ടി വാച്ചിങ് ആ ടൈം നമുക്ക് കിട്ടുമായിരുന്നു, അത് ഇവനറിയാം. അതുകൊണ്ടാണ് ഇവൻ ഈ പറഞ്ഞ പോലെ ഷമീർ വ്യൂസ് സ്പ്ലിറ്റ് ആവും, ഇങ്ങനെ ആവും ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇതെല്ലാം കോൾ ചെയ്ത് പറഞ്ഞേട്ടാ, അതിനൊന്നും തെളിവില്ല, അത് ഞാൻ പറയാം. ഇപ്പൊ ഇവനെല്ലാം ഇതെല്ലാം പറയാം. ചെയ്യട്ടെ, ഓന്റെ ഈ പറയുന്ന പോലെ ഓന്റെ എന്താ പറയാ നാളത്തെ വീഡിയോ ഒക്കെ ഇറക്കി ഓന്റെ കാര്യങ്ങൾ ചെയ്തു വരുമ്പം അപ്പൊ നമുക്ക് അതിൽ ഓസി കാര്യങ്ങൾ അതിലും നീയൊന്നും ഇല്ല കേട്ടോ, അതിലൊന്നും നീക്കൊന്നും റോളില്ല, മനസ്സിലായാ? അതിലൊന്നും എനിക്ക് റോൾ തരാൻ പറ്റൂല. ഈ ഒരു ആ ഫെയിമും കൂടി വലിച്ചെടുക്കാന്നായിരിക്കും ചിന്തിക്കുന്നത്. അതിലൊന്നും റോളില്ല, അയാലും വേറെ കേസായിരുന്നല്ലോ. അപ്പം സ്പ്ലിറ്റ് ഈ RP ബേസിസിൽ ഓസി ഡ്രാഗ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് ഓസി ആയിട്ട് തന്നെ മുന്നോട്ട് പോവാം. ഇതിലിപ്പോൾ മാലിക് സൈഡ് എന്താ, മാലിക് ഈ പറഞ്ഞ പോലെ ഷെഡ്ഡി കണ്ണൻ എന്ന് ഷെഡ്ഡി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനിപ്പോൾ ഞാൻ ഓനെ ചെയ്തത് ശരിയായി എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ഓൻ്റെ ഭാഗത്തു നിന്ന് ആ ചെയ്തതിൽ ഓൻ്റെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ഇവർ ചെയ്യുമ്പോൾ എല്ലാം മിസ്റ്റേക്ക് ഉണ്ട്, മാത്രമുള്ള ഒരു സംഭവം അതിപ്പം വെളുപ്പിച്ചെടുക്കും. വെളുപ്പിച്ചോ? അത് ചെയ്തത് മിസ്റ്റേക്കാണ്, അത് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അത് അത്ര ഉണ്ടാവും, മനസ്സിലായി? അത് അത്രേ ഉണ്ടാവും. നമ്മൾ ചെയ്ത അത് വല്ല അയ്യോ ഗൈസ് ഷമീർ അന്ന ഹെയ്റ്റ് വന്നു, ഷമീർ അന്ന അങ്ങനെ ആക്കി, ഷമീർ അന്ന ഇങ്ങനെ ചെയ്തു, അയ്യോ അതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്റൻഷനലി? അതൊക്കെ ഇതേമാതിരി നമ്മൾ ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുമ്പോ ഞാനും ഫ്രണ്ട് സർക്കിളിൽ പറഞ്ഞാന്ന് ബ്രോ. ഞാൻ 2 തന്തക്ക് വിളിച്ചിട്ട് ഞാൻ ഫ്രണ്ട് സർക്കിളിൽ വിളിക്കുമ്പോ നിൽക്കുമ്പോ പറഞ്ഞതെന്ന് ഞാൻ പറയാം. ഓക്കെ, അറിയാതെ പറഞ്ഞതാ, ലൈവ് സ്ട്രീം ആണെന്ന് അറിയാതെ പറഞ്ഞതല്ല. പക്ഷെ എന്നാ പോലും അതില് എനിക്ക് പേഴ്സണലി ലൈവ് സ്ട്രീം ആയ സമയത്തും ലൈവ് അല്ലാത്ത സമയത്തും നീ എങ്ങനെ വർത്താനം പറയുന്നത് എനിക്കറിയാം. ഞാൻ ഇതൊക്കെ പറയാം, നീ ആരാ ഇതും തപ്പിയിട്ട് പോയതാണെന്ന് എനിക്കറിയാം, മനസ്സിലാവും? അത് ആരാ പോയി തപ്പിയെന്നുള്ളത് എന്റെ റെക്കോർഡ്. എന്തുകൊണ്ടാണ് മാലിക്കൊക്കെ ഇത് പറഞ്ഞത് എന്നുള്ളത് ഇവിടെ ഇതിനകത്ത് നിൽക്കുന്ന ഓരോരുത്തർക്കും വ്യക്തമായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് അറിയണോണ്ട് വായിന്ന് വന്നു പോണതാ, മനസ്സിലായോ? അപ്പൊ അതൊക്കെ അല്ലേ നാളെ എന്റെ വായിന്നും വന്നു പോയതാണ് ബ്രോ. ഓക്കെ, എന്റെ വായിന്നും വന്നു പോയതാ. അപ്പൊ പിന്നെ ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നീ എന്റെ വായിന്നും വന്നു പോയാണെങ്കിൽ നീ എന്തിനാണ് ഇവിടെ വന്നിരുന്ന് പറയുന്നത്? അതിൻ്റെതായ രീതിക്ക് പറയാം. മാലിക് അത് പറഞ്ഞതിൽ റീസൺ ഉണ്ടാവും ഗൈസ്, അത്രമാത്രം ചിന്തിച്ചാൽ മതി. അതിന്റെ ഫർദർ പറയാൻ താല്പര്യമില്ല, അത് അവിടുന്ന് പറയട്ടെ. അപ്പൊ പറയുമ്പോ നമുക്കപ്പൊ നോക്കാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഗൈസ്? മാരി പറയാനുള്ളത് അമ്പാനെ ആ ഡിസ്കോഡ് ക്ലിപ്പ് എടുത്താണ് ശരിക്കും. ഡിസ്കോഡ് ക്ലിപ്പ് ഈ അമ്പാനെ 2 വരി വലിക്കോ, എന്നിട്ട് പ്ലേ ചെയ്താൽ മതി റിയാക്ഷനിലുള്ള. എന്താ നമ്മളാരെ ഷൈനെന്തോ പറഞ്ഞ ക്ലിപ്പ് ഉണ്ടെന്നാ കേട്ടോ, നോക്കട്ടെ. ഞാനൊന്നും പറയൂല, ഞാൻ ഒന്നും പറയൂല, നിങ്ങൾ പറഞ്ഞോളാം. പുതിയ ഞാൻ നിനക്ക് പറയാനുള്ള ടൈം ആവുമ്പോ പറഞ്ഞാ മതി, ഇപ്പൊ ഒന്നും പറയണ്ട. ഇത് കൊറേ ആൾക്കാർക്ക് എന്താ പറയാനാവുമ്പോ പറഞ്ഞാ മതി, ഇപ്പൊ പറയണ്ട. ഓൾറെഡി പറഞ്ഞു എന്നുള്ളതിന്റെ പേരിലൊക്കെ അതൊരു കലാപമാക്കി മാറ്റാനൊക്കെ ഉദ്ദേശിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിലൊന്നും വെറുതെ പോയാണ്ട് അത് നമ്മൾ വീണ് കൊടുക്കാതൊക്കെ, മനസ്സിലായോ? ഇത് നമ്മളെ സൈഡിൽ നിന്നാണ് ഇതൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യണമെന്നുള്ളത് ആക്കാൻ വേണ്ടിട്ട് ചെയ്യണ ഓരോ പരിപാടി. അതില് പോയി എന്തിനാ ബ്രോ VRMRG ഒന്നും ഇവരൊന്നും ആലോചിക്കുന്നില്ലല്ലോ, ഞാൻ മാത്രമാണ് ആലോചിക്കേണ്ടത്. ആരോ എന്തോ പറഞ്ഞിട്ട് വെച്ചോ, നമുക്ക് കേട്ട് പോവാം, വെറുതെ ഇരിക്കല്ലേ. ഇതെന്ത് MRG ഇല്ലെങ്കിലും അത്രേ ഉള്ളു. എടാ ടോപ്പിക് മാറ്റാം. ഞാൻ ഇപ്പോൾ സൈഫർ അല്ല, അഡ്മിന എന്തേലും ഉണ്ടേ DM മെസ്സേജ് ആക്കും. സൈഫറിന്റെ എന്തുവാ ഈ സൈഫറിനെ? അതല്ല, സൈഫറിനെ നേരത്തെ VC-ലൊക്കെ വിളിച്ചായിരുന്നു, പക്ഷെ സൈഫറിന് സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു, പോയി. അത് വേറെ കേസ്. അത് മേ ബി ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാളത്തെ സ്ട്രീമിലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും, മേ ബി. അത് നോക്കട്ടെ, അതിന്റെ പോക്ക് എങ്ങട്ടാന്നുള്ളത് എനിക്ക് അറിയണം. അപ്പൊ അതിനനുസരിച്ച് ഞാൻ പറഞ്ഞോളാം. എനിക്ക് വേറെ അല്ലാതെ അതിൽ ഫർദർ ഒന്നും പറയല്ല. അവനെ വിളിച്ചിട്ട് പിന്നെ എടുത്തിട്ടില്ല. എടാ മിസ്റ്റേക്ക് ഇക്രോനൊന്നും വലിച്ചടേ. എന്താടാ മാരി കാശ് നോക്കട്ടെ. നീ എന്തിനാ നോക്കണേ? റാംബോനെ ഒന്ന് വിളിച്ചാണടാ,
അമ്പാനെ ഉറി അല്ല നിങ്ങൾ അമ്പാനെ നല്ല ഷഡിക്കണ്ടെന്ന് വിളിക്കണ്ട, അപ്പൊ തൊപ്പി ഷഡിയിട്ട് വിളില്ലേ, അപ്പൊ അതെന്താ അപ്പൊ അത് ഇതല്ലേ എന്താ അന്നോട് ഹേറ്റ് ആയിക്കൊണ്ട് അന്നെ മാത്രം അങ്ങനെ വിളിക്കാന്നാണോ? അങ്ങനെയാണോ? ഇത് ഇന്നത്തെ അന്ന ഷഡിയിട്ട് തുള്ളാൻ നിർബന്ധിച്ച ആള് തൊപ്പി, അപ്പൊ അതില് ഒന്നും ഇതില്ല, ഓൻ ഷഡിയിട്ട് തുള്ളിയിട്ടുണ്ട്. അപ്പം അതൊന്നും ഇതാകുന്നില്ല. ലോജിക്ക് ഇല്ലാത്ത കുണ്ടകളാണെന്ന് എനിക്ക് ആദ്യമേ അറിയാം, മനസ്സിലായോ? നിങ്ങൾക്ക് ലോജിക് ഇല്ല. അത് നാളത്തെ വീഡിയോ വരട്ടെ കഴിച്ച അതിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് എടാ നീയൊന്നില്ല ഇതില്. നിനക്കൊന്നും ഇതിലും കൂടി ഞാൻ ഫെയിം വരണായിരിക്കും. പോടാ, ഓന് കിട്ടിയ ഇതൊന്നും പോരാ, അടുത്ത ഇതും കൂടി റാംബോനെ വിളിക്കണം ഓക്കെ ഓക്കെ. റാംബോ ഒപ്പീനിയൻ റാംബോ വരട്ടെ കഴിച്ച, റാംബോ വരട്ടെ നോക്കാം നമുക്ക്. അമ്പാനെ കണ്ട ലൈവ് എന്നോട് റെസ്പെക്ട് ഉണ്ടാകുമ്പോ എന്താ പടാ കൊണ്ടേ എന്റെ കൊറേ ഇതും കൊണ്ട് വന്നിട്ടുള്ള കൊറേ ഉടായ്പും കൊണ്ട് റെസ്പെക്ട് ഉണ്ടായിരുന്നു. സത്യവും അറിയില്ല, ഒരു ഇതും അറിയില്ല, ഇങ്ങനെ വെറുതെ കണ്ടവന് വേണ്ടി തുള്ളുക. ഇത് പഠിപ്പിച്ചു വിട്ടതാ ഗൈസ്, ഇത് പഠിപ്പിച്ചു വിട്ടതാ. അതായത് ഈ പറഞ്ഞ പോലെ ഷമീറിനെ ഇങ്ങനെ ഹെയ്റ്റ് തന്നു, ഷമീർ ഒന്ന് ചീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്ത് പോയിട്ട് വീഡിയോ ഇട്ടിട്ട് എന്താ അതിന് എന്നെ വിളിക്കോ അല്ലെങ്കിൽ ഷമീർ എന്താ പ്രശ്നം എന്ന് ചോദിക്കോ അല്ലെങ്കിൽ അത് കോംപ്രമൈസ് ചെയ്യാനൊന്നും നോക്കൂല. നേരെ പോയി ലൈവ് ഇടുക, എന്നിട്ട് ഷമീർ ഹെയ്റ്റ് തന്നു എന്ന് പറയാം. ഓൻ്റെ കുറേ വ്യൂവർഷിപ്പ് ഉണ്ട്, ഓൻ്റെ കുറേ ഇത് ഓൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ എടുത്ത് ഇങ്ങോട്ടേക്ക് തട്ടുക. അങ്ങനെ 4 ആൾ അറിയുക, അങ്ങനെ 4 ആളെ കയറ്റുക, അങ്ങനെ 4 ആൾ ഇതാക്കുക. ആ ട്രിക്ക് തന്നെ ഈ കണ്ട കുണ്ണകളും കൂടി ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു കുണ്ണ പറഞ്ഞു കൊടുത്തിട്ടും ഉണ്ടാവും, മനസ്സിലായോ? അതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. അതിലൊരു കുണ്ണ ഞാനും മാക്കുമാണ്. മാക്ക് കേൾക്കുന്നുണ്ടോ? മാക്ക് പോയാ? അല്ല, ആ 2 കുണ്ണാള് എന്ന് പറയുന്നതിൽ ഒരു കുണ്ണ നീയോ ഒരു കുണ്ണ ഞാനോ. കാരണം നമുക്കാണ് ഇപ്പൊ ഹെയ്റ്റ് തന്നു എന്ന് പറഞ്ഞത്. പിന്നെ ഇത് പുറത്ത് കോംപ്രമൈസ് ആക്കാനോ അല്ലെങ്കിൽ പുറത്ത് വിളിച്ചാണ്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് അണ്ണൻ പറയുന്നത്. അങ്ങനെ തന്നെയാണ്. വിഷയത്തിന് ശേഷം ഞാൻ ഇതിനെപ്പറ്റി ഇന്നേ നിമിഷം വരെ ഞാൻ സംസാരിച്ചില്ല. കുറച്ചു മുമ്പ് എന്റെ ലൈവിൽ വന്നിട്ട് മാക്കിനെ തന്തയ്ക്ക് വിളിച്ചു. അവർ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാനും താല്പര്യമില്ല, എനിക്ക് ഇതിനെപ്പറ്റി തന്തയ്ക്ക് വിളിച്ചെങ്കിൽ അത് അവന്റെ ലൈവ്, ഞാൻ എന്റെ ലൈവ് തന്തയ്ക്ക് വിളിക്കാൻ താല്പര്യപ്പെടുന്നില്ല, പ്രശ്നം തീർന്നില്ലേ? ഞാനൊരു കാര്യം ഫസ്റ്റ് 8 കിട്ടുന്നത് ഞാനും ഉസ്മാനെ ഓർമ്മയുണ്ട്. ഞാനും നീയും ഇതേപോലെ ഒരു സ്ഥലത്ത് വണ്ടി കാർ റേസിങ് ചെയ്യുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് 1200 വാച്ചിങ് ഉണ്ടായിരുന്നത് പെട്ടെന്ന് 2500 വാച്ചിങ് ആയി. ഫുള്ള് ഇങ്ങോട്ട് ഷെയ്ക്ക് ഈഗോ ഷമീറിനെ പറ്റിച്ചു എന്നുള്ള രീതിയിൽ. അപ്പൊ എന്താ വെച്ചാ ഷമീർ ഇങ്ങനെ എന്റെ ലൈവ് എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. എന്റെ ലൈവ് ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ഷെയ്ക്ക് എന്നുള്ളത് എന്താ അവിടെ ടൈപ്പ് ചെയ്തിട്ട് പോവാത്തത്, അത് വ്യക്തമായിട്ട് അറിയണാണ്. അതിന്റെ 2 ദിവസം മുമ്പ് കോൾ ഷമീർ എന്ന് പറഞ്ഞു ഫുള്ള് സ്പാം വന്നിട്ട് ഞാൻ ഇതേമാതിരി എന്റെ ലൈവില് പറഞ്ഞു ഷമീറിന് ഒരോട്ടം വിളിച്ചു. ആദ്യം വിളിച്ചപ്പോൾ ഇതേമാതിരി എടുത്തില്ല. അപ്പോൾ എടുക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടാമത് ഇതേമാതിരി ഇങ്ങനെ സ്പാം വന്നപ്പോൾ ഞാൻ ലൈവ് എൻഡാക്കി പോയി. ആ സമയത്ത് ഇതേമാതിരി പിറ്റേന്ന് വന്നപ്പോഴും പിന്നെ ഇവൻ ആ വേർഡ് ബ്ലോക്ക് മാറ്റിയിട്ടില്ല, മനസ്സിലായോ? അഡ്മിൻ അഥവാ ഞാൻ പറഞ്ഞിട്ട് തന്നെ ബ്ലോക്ക് ആക്കി. പിന്നെ ഇതുവരെ അൺബ്ലോക്ക് ചെയ്യാൻ മറന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇവന്റെ പേര് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവന്റെ പേര് വരും, ടൈപ്പ് ചെയ്യുമ്പം വരുന്നില്ല. അപ്പോൾ ഇവൻ പറയാ ഇതിങ്ങനെ ലൈവിൽ ഇങ്ങനെ ഇരുന്ന് കണ്ട് ഇങ്ങനെ പറയാ എന്താ പറയാ ഇതിപ്പം എന്തിനായിരിക്കും എൻ്റെ വേർഡ് ബ്ലോക്ക് ചെയ്തത്, ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു ഇന്റൻഷനലി ഹെയ്റ്റ് തരുന്നതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ സാധനം ലൈവ് കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ ലൈവ് എൻഡാക്കി പോയി കഴിഞ്ഞിട്ട് ഞാൻ ഷമീറിനെ വിളിച്ചു തരുന്നതെന്നുള്ളത് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അത് കോൺട്രവേഴ്സിയാണ്, അതിൽ എനക്കും കാര്യം ഉണ്ടായിരുന്നു, അത് നീ ചെയ്തതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിനക്കും വാച്ചിങ് കിട്ടുമായിരുന്നു, അത് നല്ല പരിപാടിയാണ്, ഞാനും നീയും തെറ്റുന്നത് ഒരിക്കലും ഓഡിയൻസ് വിചാരിക്കൂല. ഇത് പറഞ്ഞറിയട്ടെ, ഞാൻ പറഞ്ഞു തൊപ്പിയാന്ന് എന്നോട് ഇത് പറഞ്ഞത് ഒരാളല്ല, എനിക്ക് ഹെയ്റ്റ് തരരുത് എന്ന് ഞാൻ അവനോട് മനഃപൂർവ്വം പറഞ്ഞു. ഇതില്ല എന്നുള്ളത് അണ്ണൻ പറയട്ടെ, അപ്പൊ ഞാൻ അതിന്റെ റെക്കോർഡ് വേണമെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് ഉണ്ടാവും, ഞാനത് തരണ്ടേ. തൊപ്പിയാണ് പറഞ്ഞത് എന്നുള്ളതിന്റെ റെക്കോർഡ് നിന്റെ ഉണ്ടാവുമല്ലോ, അതും കൂടി നീ കേൾപ്പിക്കടാ. നീ കേൾപ്പിക്ക്, നീ ഇപ്പൊ കേൾപ്പിക്ക്, എല്ലാരും പെടട്ടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, മനസ്സിലായോ? ഇതിൽ പെട്ടവരെല്ലാരും പെടട്ടെ. കോൺട്രവേഴ്സിന്റെ രാജാവാണ് തൊപ്പി, മനസ്സിലായോ? ഓരാന്നൊക്കെ പറഞ്ഞത് എന്ത് ഡൗൺ ആയാലും എന്ത് ഇതായാലും ഞാൻ എന്റെ രീതിയിൽ ഞാൻ പോയിക്കോളാന്ന് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞതാണ്. പിന്നെ ഈ തീട്ടങ്ങൾക്ക് ഈ എന്റെ
ഇത് നക്കിയാലേ തീരുന്നുണ്ടെങ്കിൽ ഞാൻ അതും തെറ്റല്ല ഗൈസ്. ഞാൻ പറയട്ടെ, സ്ട്രീമിങ്ങിൽ കോൺട്രവേഴ്സി ഇടലോ കോൺട്രവേഴ്സി ഇതാക്കലോ ഒന്നും തെറ്റല്ല. അതൊന്നും തെറ്റാന്ന് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയില്ല. എന്നെ ഇത് തൊപ്പിയാ പഠിപ്പിച്ചത്, അത് തെറ്റാന്ന് തോന്നി ഇന്നേവരെ പറഞ്ഞില്ല. മനസ്സിലായി? നീ എടുത്തിടാ, അത് അതില് തൊപ്പി ഉണ്ടാവും, തൊപ്പി ഉണ്ടാവും അതില്. നീ എടുത്തിട്, നിനക്ക് അത്ര ഉറപ്പുണ്ടെ നീ എടുത്തിടാ. ഓൻ ഉപയോഗിച്ച ഷെയ്ക്കു മറ്റേ ഇവനെല്ലാം ഉപയോഗിച്ച കുറെ ട്രിക്സ് ഉണ്ടല്ലോ. ഷമീർ ഹേറ്റ് തന്നു. ഷമീർ എന്തോ ചെയ്യുന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷമീറിനെ വിളിക്കണോടാ, ഷമീറിനെ വിളിച്ച് ചോദിക്കണോടാ. രണ്ടാമത്തെ കേസ് എന്താന്ന് വെച്ചാൽ ഗ്യാങ് ഡയറക്റ്റ് ആരെ വിളിക്കാറിയോ? തൊപ്പീന, തൊപ്പി ഷമീർ നമ്മള് ഇങ്ങനെ ആക്കി, അന്നല്ലടാ വിളിക്കണ്ട. ലീഡറാക്കി, ഷമീറിനെ ലീഡറാക്കിയിട്ട് ഇതേപോലെ ഒരു ദിവസം രാത്രി റേഡിയോയിൽ ഒരുത്തം കയറി. അന്ന് ഷമീർ ഇടയ്ക്കിടയ്ക്കേ സിറ്റി വരുള്ളൂ. ഞാനും മാക്കും ആക്റ്റീവാണ്, എന്നും ആക്റ്റീവാണ്. അപ്പം ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് ഇതേമാതിരി ഒരു ദിവസം രാത്രി ആരോ നമ്മളെ വണ്ടി കട്ടുകൊണ്ട് പോയാണ്ട് റേഡിയോ കയറിങ്ങാണ്ട് ഭയങ്കര അലമ്പാക്കൽ. അപ്പോൾ അത് നമ്മൾ ഇതേമാതിരി ആരടാ കുണ്ണേ റേഡിയോയിലൊക്കെ കയറിയെന്നൊക്കെ ചോദിച്ചാണ്ട് അവനെതിരെ ഇങ്ങനെ ഇതേമാതിരി തിരിച്ച് കുണച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇതാര നമ്മളന്ന് റേഡിയോയിൽ ഇറക്കിയുണ്ട്, ചാർലി കുറേ പേരുണ്ട്. ഈ സാധനം റാംബോ ആവീസിലുണ്ടോ? റാംബോ ആവീസിലുണ്ടോ? ഒന്ന് വിളിച്ചേ, ഒന്ന് റാംബോണ്ടേ വിളിച്ചേ. എനിക്ക് ഈ ഐഡിയ പറഞ്ഞ ആരാന്നൊന്ന് ചോദിച്ചേ. രാത്രി 2:30 മണിക്ക് എന്റെ ലൈവും കഴിഞ്ഞ് ഇരിക്കുമ്പോ ഈ ഐഡിയ പറഞ്ഞ ആരാന്നൊന്ന് ചോദിച്ചേ. റാംബോ ഉണ്ടല്ല, ചോദിക്ക്, റാംബോനോട് ചോദിക്ക്. മക്കളെ ഞാൻ VC വരട്ടെ, ഇത് പറഞ്ഞാള് റാംബോ ആണ് മുത്തേ, ഇത് പറഞ്ഞാള് റാംബോ ആണ് മുത്തേ. 3 മണിക്ക് ഈ ഐഡിയ പറഞ്ഞാള് റാംബോ ആണ്. എന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് ഷമീർ മിണ്ടൂല, റാംബോ മിണ്ടൂല, ഇങ്ങനെ പേടിപ്പിക്കണ, ഡൗൺ ആക്കണ, അങ്ങനെ എന്തൊക്കെയോ സംഭവമാണ്. ഇതൊന്നും ഞാൻ അറിയുന്നേ ഇല്ല കേട്ടോ. ഈ സാധനം അതൊരു നല്ല കണ്ടന്റ് ആണ്. ആ കണ്ടന്റ് ചെയ്ത് എന്നോട് പറഞ്ഞത് റാംബോ ആണ്. 3ാമത്തെ കോ-ലീഡറിനെ എടുക്കണം എന്ന് എന്നോട് പറഞ്ഞത് റാംബോ ആണ്. എല്ലാന്നുണ്ടെങ്കിൽ അവൻ പറയട്ടെ. ഷമീർ ഇതൊക്കെ ഉണ്ടോ, ഷമീർ കണ്ടു എവിടെ എന്നൊക്കെ ചോദിച്ചു കാണ്ട് ഒരുമാതിരി സംഭവം. അഥവാ ലീഡറിനെ കളിയാക്കി. ആ സമയത്ത് ഞാൻ ഗ്യാങ്ങിനെ ഇങ്ങോട്ട് വരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ 50 ആള് ഉള്ളിടത്തേക്ക് ഈ കണ്ടാവുമ്പോ എന്റെ കൊണയോ സംസാരവും എന്റെ ചെവിയിലേക്ക് ഞാൻ കേറ്റൂല. മനസ്സിലാ? ഞാൻ വിളിച്ചു, ഞാൻ അതിൽ എല്ലാരോടും വരാൻ പറഞ്ഞു. റേഡിയോയിൽ കോള് കൊടുത്തു. ലീഡറിന് അതേമാതിരി പറയുന്നുണ്ട് ഇന്ന സ്ഥലത്ത് വാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, കോഡ് സെന്റർ ആണ് തോന്നുന്നുണ്ട്. ആ 6000 ആ മേലുള്ള കറങ്ങിങ്ങാണ്ടുള്ള മേലുള്ള ഏരിയയിൽ, അതെ, കോഡ് സെന്ററിലെത്തി. അവിടുന്ന് ഇതേമാതിരി ഒരു RP ഉണ്ട്, നിങ്ങൾക്ക് ബാക്കൊക്കെ പോയാൽ കാണാം. ഇതൊക്കെ കുറച്ച് ബാക്കിലുള്ളതാ, സ്റ്റാർട്ടിങ് തൊട്ടാണ്ട് കണ്ടറിയാം. അന്ന് ഇതേമാതിരി അവനായിട്ട് കൊണച്ച് അത്രയും സിറ്റുവേഷൻ സീനായി നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതേമാതിരി ഇവനെ FRP വലിച്ചിട്ടാണെങ്കിലും ഈ കുണ്ണനെ പുറത്തിരുത്തണം എന്നുള്ള രീതിയിൽ ഞാനും നല്ല രീതിക്ക് അവനെ ട്രിഗർ ചെയ്ത്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു മെസ്സേജ് വരും. ഞാൻ അപ്പോൾ ഉസ്മാനോട് ചെന്നുകൊണ്ട് ചോദിച്ചു, ഉസ്മാനെ ഇത് നീ ചെയ്യിപ്പിച്ചതാണോ? ഉസ്മാൻ ഇല്ല ബോസേ, ഞാൻ ഇത് ചെയ്തിട്ടില്ല. അപ്പം അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഞാൻ തന്നെ ഇത് പറഞ്ഞു. ഉസ്മാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാ ഉസ്മാൻ അത് ചെയ്തിട്ടുണ്ടാവില്ല. എനിക്ക് ഇങ്ങോട്ട് വരട്ടാ, ഈ ഇടത്തേക്ക് ഞാൻ അങ്ങോട്ട് പോണോ? ഇങ്ങോട്ട് വരട്ടെ. ഇവനൊക്കെ അതാ പോയി കിറ്റടിച്ച് പോയി, റാംബോ കിറ്റടിച്ച് പോയി പോവും. അവിടുന്ന് അങ്ങനെ പക്ഷെ അത് കഴിഞ്ഞ് 15-20 മിനിറ്റ് വിളിച്ചു ലൈവില്. സംഭവം ഉസ്മാൻ ചെയ്തതാട്ടോ ഷെയ്ക്കെ, അവന്റെ അടുത്ത് POV ഉണ്ട് എന്ന് പറഞ്ഞാണ്ട്. ഞാൻ അവന്റെ അടുത്ത് POV ഉണ്ട് എന്ന് പറഞ്ഞപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്മാനോട് നല്ല ദേഷ്യം. ഇവന് കണ്ട എല്ലാത്തിനും എടുത്ത് തൊപ്പീന്റെ പേരിൽ ഇവനെടുത്തുണ്ടല്ലോ. പിന്നെ പറഞ്ഞു എന്നുള്ളതായിരുന്നു എന്റെ പ്രശ്നം. രണ്ടാമത്തത്, ആ ചെക്കനെ നമ്മൾ ഇന്റൻഷനലി ഇതൊരു RP ആണെന്നുണ്ടെങ്കിൽ ഇന്റൻഷനലി അങ്ങനെ ഒരു ഹെയ്റ്റ് കൊടുത്ത്, വെറുതെ ഒരു ഹെയ്റ്റ് കൊടുത്ത് നമ്മളെ ചാറ്റിലൊക്കെ അയാളെ വെറുതെ തെറി പറയായിരുന്നു. അപ്പോൾ ആ ഒരു സാധനം കൊടുത്തതിനും എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അപ്പം തന്നെ സ്പോട്ടിൽ ലൈവ് ഉണ്ടാക്കി പോയി ആ ചെക്കൻ്റെ അടുത്ത് ഇരുന്ന് VCന്ന് ഞാൻ ആ ക്ലിപ്പ് കണ്ടതിന് ശേഷം ഉസ്മാനെ വിളിച്ച് ഇതേമാതിരി ഉസ്മാനെ ഞാൻ ഇതേമാതിരി അറഞ്ച പറഞ്ഞ് ചീത്തയും പറഞ്ഞ് ഞാൻ ഇതേമാതിരി മാക്കിൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു ഇതേമാതിരി ഉസ്മാനൊക്കെ എന്താ പൊടി അടിച്ചിട്ടാണോ കളിച്ചതെന്നുള്ള രീതിയിൽ വരെ ഞാൻ സംസാരിച്ചു. കാരണം അന്തല്ല ഇതൊന്നും, നമ്മളെ ഗ്യാങ് റേഡിയോയിൽ കയറിയാണ്ടാണോ ഇങ്ങനത്തെ കുണ്ണത്തരം കാട്ടണത്, ഇങ്ങനത്തെ RP ആണോ ചെയ്യണത് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ചോദിച്ചു. ഈ സാധനം കൺവേർട്ട് ചെയ്യട്ടടാ. ഞാൻ പറയട്ടെ, എൻ്റെ വേണ്ട സാധനങ്ങളുണ്ട്, ഇവനെല്ലാം കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അത്ര ഇവനെല്ലാം കൺവേർട്ട് ചെയ്യട്ടെ. മനസ്സിലായോ? സാധനം ചെയ്യരുത്. ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പറയണം. അല്ലാതെ ഇത്രയും ആൾക്കാർ അന്ന് ഫാൽക്കൺ ഇതേപോലെ ഫാൽക്കണൊക്കെ ഉള്ള സമയം ഫാൽക്കൺ ഇതേമാതിരി മിലിറ്ററി ബേസിൽ എന്തോ ഒരു RP ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് സാൻഡിയിൽ എന്തോ RP ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തോ ഒറിജിനൽ സംഭവമാണെന്ന് എഴുതിയാണ്ട് എല്ലാവരും മെട്രോ മലയാളി അതന്നെ അവൻ തന്നെ എല്ലാവരും ഇത് ഒറിജിനൽ ആണെന്ന് കരുതിയാണ്ട് എല്ലാവരും ഇങ്ങോട്ട് വന്നു ഈ ഒരു സ്ഥലത്തേക്ക്. മനസ്സിലായോ? ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് എന്നോട് തന്നെ കമ്മിറ്റ് ചെയ്തു. എടാ ഞാനത്
ഞാൻ ചെയ്യിപ്പിച്ചതാണ്, ഉസ്മാനല്ല. അപ്പം ഞാൻ അപ്പോഴൊക്കെ വിചാരിക്കണത് ഉസ്മാനെ സേഫാക്കാൻ വേണ്ടി ഷമീർ ചെയ്തതാണെന്നാണ്. പക്ഷെ ഉസ്മാൻ പിന്നെ എൻ്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞു, ബോസേ ഞാനല്ല, ഷമീർ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്നുള്ള രീതിയിൽ. ഇതാണ് രണ്ടാമത്തെ കേസ്. എന്താ ഇത് കേസ്? ഇത് കണ്ടന്റ് ഇതേപോലെ ഇതിനെക്കാട്ടി വലിയ കണ്ടന്റ് ആൾക്കാർ ചെയ്യുന്നുണ്ട് എല്ലാം. ഇത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഈ നിങ്ങൾ എന്തിനിപ്പോ ക്ലിപ്പ് എടാ, ഇതിപ്പോ നമ്മൾ പറയേണ്ട റീസൺ ഇതായി മറ്റേ ഇവനെ ഉപേറിനെ വിളിക്കണോടാ, ഷമീറിനെ വിളിച്ച് ചോദിക്കണോടാ, മനസ്സിലായോ എന്താ ഷമീറെ പ്രശ്നം എന്ന് ഷമീറിന് പ്രശ്നം. അതെ, ഈ പ്രശ്നമല്ല, ഷമീറിനെ വിളിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഷമീറിനെ വിളിച്ച് പറഞ്ഞു കഴിച്ചു. ഈ സാധനമൊക്കെ പറഞ്ഞു കൊടുത്തിനു. അതേപോലെ ഈവൻ ഗ്രൈൻഡിങ് ടാർഗറ്റ്, എന്ത് ടാർഗറ്റ് കൊടുക്കണം, ഒരു മിനിറ്റ്, ഗ്രൈൻഡിങ് ടാർഗറ്റ്, എത്ര ഗ്രൈൻഡിങ് ടാർഗറ്റ് കൊടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ടായിരുന്നു. ഒരു എന്താ പറയാ, ഒരു റിക്രൂട്ട്മെന്റ് എടുക്കുമ്പം ഷമീറെ ഇന്ന ആളെയാണെന്ന് റിക്രൂട്ട് ചെയ്യുന്നത് ഇത് പറഞ്ഞു കൊടുക്കലുണ്ട്. കാരണം അതുവരെ വി സിയിലും ഇതിലൊന്നും വരാത്തോണ്ട് പിന്നെ അറിയില്ലല്ലോ. പല പ്രാവശ്യം നമ്മൾ പറയാറുണ്ട് വി സിയിലൊക്കെ വന്ന് ആക്റ്റീവ് ആവാനൊക്കെ പറയാറുണ്ട്, പക്ഷെ അറിയില്ല. അപ്പം പിന്നെ ഞാൻ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു കൊടുക്കണോ, കാരണം എന്താ അറിയോ, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബെറ്റർ ലീഡർ ആവും, ഇങ്ങോട്ടേക്ക് വ്യൂവർഷിപ്പ് വരും, ഇങ്ങോട്ട് കൂടുതൽ ഫെയിം വരും, മനസ്സിലായോ? അതുകൊണ്ട് ഇതൊന്നും പറയൂല. എന്നോട് വിളിച്ചിട്ട് എന്താ പറയുന്നത്, ഷമീർ നീ അങ്ങോട്ട് നിന്നാൽ മതി, കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചോളാം, കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഇതായിട്ടായിരിക്കും ഞാൻ സംസാരിക്കാം, അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞോളാം. ഇതാണ് ഇവൻ എന്നോട് പറയല്. എന്നിട്ട് എന്താ, അന്നെ അവിടെ കൊണ്ടുപോയിട്ട് അന്നൊരു ഡമ്മി ആയിട്ട് അവിടെ വെറുതെ അങ്ങ് നിർത്തിക്കും. അന്നെ ഒരു വെറുതെ അവിടെ ഡമ്മി ആയി നിർത്തിച്ചിട്ട് ഇവനെല്ലാം അറിയുന്ന ആൾ, ഇവൻ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം ഞാൻ തന്നെ ചിന്തിക്കും, ഇവൻ നേരത്തെ കോളിൽ ഇങ്ങനെ അല്ലല്ലോ ഇവൻ പറഞ്ഞത്, ഇവൻ പറയുന്ന കാര്യങ്ങൾ 2 വാക്ക് അങ്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കിത് അങ്ങനെ തന്നെയല്ലേ ഞാൻ പഠിച്ചു വരാം, അങ്ങനെ ഞാൻ ചിന്തിക്കും, മനസ്സിലായി? ഇത് പക്ഷെ എന്നോട് പറയൂല, എന്നോടൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് അത് അങ്ങനെ എഴുതാൽ മതി, അത് എന്നിട്ട് ഇങ്ങനെ എഴുതാൽ മതി. ഷമീറിനൊന്നും അറിയാത്തോണ്ടെന്ന് കേസ്, ഷമീറിനടാ ഷമീറിനൊന്നും അറിയാത്തവനെ ആക്കിയതാടാ നീ, മനസ്സിലായോ? നിങ്ങൾക്ക് ആളാകാൻ വേണ്ടി നീ ഷമീറിനൊന്നും ആകാത്തവനെ ആക്കിയതാ, അറിയാത്തവനെ ആക്കിയതാണ്. പാന് വരെ മാറ്റി കൊടുത്തേക്കണേ. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ അത് ബ്രാവോ, ഹാഫിസ് ബ്രോ തുടങ്ങി സെർവറിന്റെ തല തൊട്ടപ്പന്മാരുണ്ട്, അവര് പറയട്ടെ ഈ പറയുന്ന ഷമീറിന്റെ ഇൻഡെഫിനിറ്റ് ബാന് മാറ്റി കൊടുത്തുക്കണോ ഇല്ലേ എന്നുള്ളത്. മാറ്റിയിട്ടുണ്ട്. ആ സമയത്ത് ഇവൻ എന്നെ കൊണ്ട് ഉപകാരമുണ്ട്. ആ സമയത്ത് ഇവനൊന്നുമല്ല, ഇവന് വാച്ചിങ് 200, ഇവന് 200, അപ്പൊ ഇവൻ എന്നെ കൊണ്ട് ഉപകാരമുണ്ടല്ലോ, അപ്പൊ ഇവൻ ചെയ്യുമല്ലോ. ഇതൊന്നും ലോജിക്കല്ലേ ഇതല്ലോ. അങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് ഞാൻ കരുതായിരുന്നു, പക്ഷെ അതൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. 3-4 പെണ്ണുങ്ങളായിട്ട് ഇതേമാതിരി വൾഗറായിട്ട് ഇവന് ഇതിൽ ഉപകാരം വേണമെങ്കിൽ ഞാനവിടെ വേണം, മനസ്സിലായോ? ഇത് സാധാ ഒരു മറ്റേ എന്താ പറയാ, 10 റുപ്യന്റെ സാധനം എടുത്ത് 20 റുപ്യക്ക് വിൽക്കുന്ന ഒരു മണ്ടന്, ഒരു ബിസിനസ് മാനിന് ഈ ബുദ്ധി ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്താ മന്തിക്കടയും ഇതെല്ലാം ഉള്ള ഇവന് ഈ സംഭവം അറിയില്ലേ? ഇവന് അതിന്റെ ബുദ്ധി ഉണ്ടാവുമല്ലോ, അത് ചിന്തിച്ചാ പോരടാ. എന്താ തീർന്നാ നെറ്റ് പോയ? എന്നാ പിന്നെ ഒന്ന് മൂത്രം ഇരിക്കട്ടെ. നെറ്റ് പോയ? ഇതെന്താ സംഭവം? തെര 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 വീണാനൈ ണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എക്സ്ട്രീം ലെവൽ ഓഫ് എന്താ പറയാ OCC നമുക്ക് കൊണ്ടുവരാം, മനസ്സിലായോ? എക്സ്ട്രീം ലെവൽ നമ്മളിതൊക്കെ കൊണ്ടുവരുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഇപ്പൊ ഇന്റേതൊക്കെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ. ഇപ്പൊ ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് സർക്കിൾ ആയാണ്ട് നടന്നിരുന്ന ഒരാൾക്കാരല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. ഇതിൽ നിൽക്കുന്ന ഓരോരുത്തരും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. നമ്മൾ ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് നിങ്ങൾ നമ്മളെ കാണണ്ട. നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ കണ്ടാണ്ട് ഇൻഫ്ലുവൻസ് ആവും വേണ്ട, നമ്മൾ പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മളെ എന്താ പറയുക, സ്ട്രീമിൻ്റെ ടൈറ്റിൽ പോലും 18+ സ്ട്രീം എന്നുള്ള സാധനം നമ്മൾ ഇട്ടാണ്ട് സ്ട്രീം ചെയ്യുന്ന പോലും. അതുകൊണ്ട് നമ്മളെ ഇവിടുത്തെ ചാറ്റും അവിടുത്തെ ചാറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ പറയാ, ഇവിടെ ബുദ്ധിയുള്ള ആൾക്കാരാ, അവിടെ ബുദ്ധിയില്ലാത്ത ആൾക്കാരാ, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബുദ്ധിയുള്ള ആൾക്കാർ 100 ആളെ എടുത്താൽ ചിലപ്പോൾ 5 ആളെ ബുദ്ധിയുള്ള ആൾക്കാരുണ്ടാവും, ബുദ്ധിയില്ലാത്തവന്മാർ 95% ഉണ്ടാവും. അതൊക്കെ നോക്കാൻ ഇവിടെ എന്താ പറയാ, നിയമമുണ്ട്, കോടതി ഉണ്ട്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പോലീസ് ഉണ്ട്. അതൊക്കെ അവർ ചെയ്തോളും. അല്ലാതെ ഈ പറഞ്ഞ പോലെ അതിലൊന്നും ഇടപെടാതെ വെക്കുക. അതിപ്പം ഒബ്വിയസ്ലി ഈ പറഞ്ഞ പോലെ നമ്മൾ അത്രയും ഫ്രണ്ട് സർക്കിളിൽ കുറേ കാലം നിൽക്കുമ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ VC ഇരിക്കണ എന്തായാലും ഒരു 10-15 ആൾക്കാർ അത്രയും സർക്കിൾ നല്ല ബോണ്ട് സർക്കിളാണ്. ഈ ബോണ്ട് സർക്കിളിൽ നിൽക്കുമ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യം ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. നിങ്ങളെ ഫ്രണ്ട് സർക്കിളിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഇപ്പം നിങ്ങളെ വാപ്പാനോടും ഉമ്മാനോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യൂലേ, അതേപോലത്തെ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്, കുറേ എണ്ണത്തിന് ഫയൽ തപ്പാൻ വിട്ടിട്ടുമുണ്ട്, കുറേ എണ്ണത്തിന്
മനസ്സിലാ ഷെമീറിന്റെ ഉണ്ടാവും, ഷെമീറിന്റെ നമ്മളടുത്തും ഉണ്ടാവും. അപ്പൊ അതൊക്കെ നീ ആയിരിക്കും എടാ maybe എന്റെ നാളെ അടുത്തുള്ള ഞാൻ എന്താന്ന് exposing എനിക്ക് എന്ന് അറിയാം. പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് എന്തെല്ലാം തെറ്റ് വരികയാണെങ്കിൽ ചെയ്തിരുന്നു നാളെ തൊട്ട് അതിലേക്ക് എന്തെല്ലാം പറയണം വരികയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം. അതുകൊണ്ട് നീ എന്താന്ന് വെച്ചാൽ എന്താ ചെയ്തോ, അതൊക്കെ നമുക്ക് നീ നിയമപരമായിട്ട് ചെയ്. നോക്കാം. നമുക്ക് അതതിന്റെ നോക്കാം വഴിക്ക്. ഇതിൽ ആരാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഡിയൻസ് ഇതാണെന്നുള്ളത്. നീ മനസ്സിലാക്കേണ്ട നോക്ക്. കാര്യം എന്താ വെച്ചാൽ അത് ഭയങ്കര ചീപ്പ് പരിപാടിയാണ്. അഥവാ നിങ്ങളെ ഫ്രണ്ട്സിനെ വിശ്വസിച്ചാണ്ട് അത്രയും ഒരു എന്താ തുടങ്ങി പറയാ തുടങ്ങി കൺവേർട്ടിങ് തുടങ്ങി. വിശ്വാസത്തിന്റെ പുറത്ത് നിങ്ങളെ ഒരു നല്ല ടേംസിൽ നടന്നുകൊണ്ട് നിന്നിരുന്ന സമയത്തുള്ള എന്തെങ്കിലും നിങ്ങളെ പേഴ്സണൽ കാര്യമൊക്കെ നിങ്ങൾ തമ്മിലൊരു പ്രശ്നം വരുമ്പോൾ അതൊക്കെ എടുത്ത് പുറത്തിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അയാളൊക്കെ അപ്പൊ നിലവാരം നീ എന്താ എടുത്തിട്ടതോടാ അങ്ങനെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അല്ല. ഇഷ്ടം അപ്പൊ നീയല്ല ആദ്യമായിട്ട് ഷമീർ ഹെയ്റ്റ് തന്നു പറഞ്ഞിട്ട് യൂട്യൂബിൽ ഉച്ചക്ക് ലൈവ് എടുത്തിട്ടത്. അപ്പൊ നിന്റെ നിലവാരം തന്നെയാണോ നീ പറയുന്നത്? ഇവൻ തന്നെ ഇവനെ പറയത് മനസ്സിലായി. ഇവനിപ്പോ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടല്ലോ. ഇവനാണ് ഉച്ചക്ക് ലൈവ് ഇട്ട് ഷമീർ ഹെയ്റ്റ് തന്നു എന്നൊരു കോള് പോലും ചെയ്ത് എന്നോടൊന്നും പറയാണ്ട് ഉച്ചക്ക് ലൈവ് എടുത്തിട്ട് ഷമീർ ഹെയ്റ്റ് തന്നു എന്ന് പറഞ്ഞത് ഇവനാ. അപ്പം ഈ പറഞ്ഞ നിലവാരം ഇല്ലാത്ത ചെയ്തത് നീയല്ലടാ മൊണ്ണേ. ആ ബുദ്ധിയില്ലാത്തവരെ പറ്റിക്കാൻ മതി കേട്ടോ, ബുദ്ധിയില്ലാത്തവരെ പറ്റിക്കാൻ മതി അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കുള്ളതാണെങ്കിൽ അത് ഞാൻ നേരിട്ടുണ്ട്. എനിക്കും മേലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും മേലുള്ള ആൾക്കാരാ, നീ ഒന്നും ഇതിലില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഈ കൂടെ നടന്നിട്ട് ഊമ്പിക്കണ പരിപാടി ചെയ്യണത് ആരാണെന്നുള്ളത് മാത്രം ആലോചിക്കുക. ഏതിൽ ബെറ്റർ എന്നോ. ഞാനൊരു കാര്യം പറയല്ലേ, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് പറയാൻ, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഷമീറിൻ്റെ ഇപ്പം ഞാനൊരു 4 ദിവസം മുമ്പ് നിങ്ങൾ ഒരു എന്താ പറയുക RP ചെയ്തത് കണ്ടിട്ടുണ്ടാവും. 4 ദിവസം 5 ദിവസം മുമ്പ് താരൻ്റെ പേര് RP ചെയ്തത്. ആ RP ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു വോയിസ് കേൾക്കണത്. ആ വോയിസ് കേട്ടോട് കൂടി എനിക്ക് പിന്നെ ഓൻ്റെ ഒപ്പം RP ചെയ്യാനുള്ള മൂഡും പോയി. ഒരു 6 മിനിറ്റിൻ്റെയും 6 something ഉള്ളൊരു വോയിസ് ഞാൻ കേട്ടു. അപ്പോൾ ഇവൻ്റെ ഉദ്ദേശവും ഇവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതൊക്കെ മനസ്സിലായപ്പം ഞാൻ ക്ഷമിച്ചു കൊടുത്ത് ഒഴിവാക്കി. ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എനിക്കും മാക്കിനൊക്കെ ഇൻറ്റൻഷനലി ഹെയ്റ്റ് തന്നിട്ടും ഞങ്ങൾ ഇതേമാതിരി ഒഴിവാക്കിയിട്ട് ക്ഷമിച്ചു കൊടുത്ത് RP ചെയ്തിട്ടും അവൻ്റെ മനസ്സിൻ്റെ അകത്തുള്ള ആ സാധനം അറിഞ്ഞപ്പം അതുകൊണ്ട് തന്നെയാണ് ഇൻറ്റൻഷനലി ഇപ്പോൾ ഒരു ബ്രേക്കും ഗ്യാപ്പും ഇട്ടത് വേണ്ട എന്ന് കരുതിയിട്ട്. മനസ്സിലായോ? റാംബോ ഒപ്പീനിയൻ എന്ന് പറഞ്ഞ സ്പാം ചെയ്യുന്ന റാംബോ, നിനക്കെന്താ പറയാനുള്ളത്? ഞാൻ കണ്ടു, വീഡിയോ ഇപ്പൊ കണ്ടേ ഉള്ളൂ. ഇത് ഞാനല്ല പറയണ, മാലിക്കാണ് പറയണ്ട. ഞാനൊരു കാര്യം പറയാം ഗൈസ്. ഇവിടെ എനിക്കൊരു ചെറിയ കാര്യം. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞ, ഇപ്പം കൂടെ നിന്നിട്ട് ഇപ്പൊ ഇവരെ ഇതിന്റെ അകത്തുള്ള മാലിക്കാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു വേർഡ് പറഞ്ഞു. ഇപ്പം ചാർലി പേർ കുണ്ണാന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്തല്ലോ. ഇപ്പൊ നിങ്ങൾ പറയണെന്നുള്ളത് ഇതിന്റെ അകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാം, അതുകൊണ്ടാണ് അത് പറയണത്. പിന്നെ നമ്മൾ ഈ മെയിൻ സ്ട്രീമേഴ്സ് വന്നാണ്ട് ഇതിന്റെ അകത്ത് വന്നാണ്ട് പബ്ലിക്കലി പറയേണ്ട സംഭവങ്ങളല്ല. നമ്മൾ ഇഷ്യൊന്നുമില്ല എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും മിണ്ടാതെ പോട്ട് നേരിടാണ്ട് അങ്ങനെ. അതുകൊണ്ടായിരിക്കും 5-6 പ്രാവശ്യം ഷമീർ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ അകത്ത് നിൽക്കണ എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ. അപ്പൊ അവരെ വായിന്നത് വരും. അപ്പൊ അതൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. മനസ്സിലായോ? ജസ്റ്റ് അവര് നിങ്ങളെ നന്ദക്ക് വിളിക്കും, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. മനസ്സിലായോ? അവർ നിങ്ങളെ നന്ദക്ക് വിളിക്കും, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. മാലിക്കിനെന്താ പറയാ? മനസ്സിലായില്ല? അല്ല, ഞാൻ ഇങ്ങനെ ചില കണ്ടികളുടെ കഥകൾ ഇങ്ങനെ പറയാന്ന് വെച്ചിരുന്നതാണ്. പിന്നെ മയത്തിലാക്കാൻ കുറച്ച് സൗണ്ട് ഒക്കെ ഓക്കെ അല്ലേ? ഞാൻ എന്താ വെച്ചാ, അല്ല ഞാനൊരു കാര്യം പറയട്ടെ. ഇതിപ്പോ ഷെഡിന്ന് പറഞ്ഞതിൽ എനിക്ക് പേഴ്സണലി ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. ഫസ്റ്റത്തെ എനിക്ക് തോന്നൂല, അതെന്റെ പെർസ്പെക്റ്റീവ് ആണ്. ഞാനത് പറയാൻ റീസൺ ഉണ്ട്. എന്തുകൊണ്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ എന്റെ കൂടെ ഉള്ളവരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്താണെങ്കിലും അകത്താണെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടൂല ഫസ്റ്റത്തെ. അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് പറയും. പിന്നെ ഞാൻ വലിയ തെറ്റ് ചെയ്ത് എന്താന്ന് പറയണ, ഷെഡിക്കാണെന്ന് പറയണമായിരുന്നു. ഷെഡിന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതാണ് ഞാൻ ചെയ്ത വലിയ തെറ്റാണ് ഫസ്റ്റത്തെ കാര്യം. പിന്നെ ഞാൻ ആ സ്ട്രീമില് ഒരാളുടെ തന്തയ്ക്കോ തള്ളയ്ക്കോ ഞാൻ വിളിക്കുന്നില്ല അണ്ണാ. ഫസ്റ്റത്തെ കാര്യം ഞാൻ വിളിക്കണില്ല, എനിക്കത് താല്പര്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ അതിരുന്ന് റിയാക്ട് ചെയ്ത് അത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം പറയപ്പോ, മാലിക്കിന്റെ അച്ഛൻ മരിച്ചതാ ഗൈസ്. അത് നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് അറിയുന്നുള്ളത് അറിയില്ല. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഭയങ്കര ശോകം പരിപാടിയാ. ഇവിടുന്ന്
ഇതാണ് ഇതിന്റെയൊക്കെ പ്രശ്നം, മനസ്സിലായോ? എന്തെങ്കിലും ഒരു സാധനം അങ്ങനെ പറയുമ്പോ ബായി പോട്ടി നിക്കണോടാ മൊണ്ണെ. അതിനനുസരിച്ച് വെറുതെ ഇങ്ങോട്ട് പറയാൻ വന്നിട്ട് തുടങ്ങി കൊണച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് പറയുമ്പോ കൊണച്ചിട്ട് അതിനനുസരിച്ചുള്ള അങ്ങോട്ട് പറയാം. പറയുമ്പം അല്ലാതെ അതില്ല തന്തക്കും അതില്ല തന്തക്കും അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ആയിന്നോ ഭയങ്കര സെന്റിമെന്റ്സ് മുമ്പുന്നോ. ഊമ്പിയ പരിപാടിയാ, മനസ്സിലായോ? അതെ, അതൊക്കെ ഈ കമ്മ്യൂണിറ്റിയില് അണ്ണ അത് പോട്ടെ പോട്ടെ കഴിഞ്ഞ കാര്യങ്ങള് ഞാൻ പറയണെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിറ്റിയുടെ കുഴപ്പം എന്ന് ഞാൻ പറയില്ല. ഈ കമ്മ്യൂണിറ്റി ആകുമ്പോൾ മോക്കിംഗ് ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രവേഴ്സി ഉണ്ടാവും, കാര്യങ്ങളൊക്കെ പറയലും പ്രവർത്തിക്കലും ഒക്കെ ഉണ്ടാവും. അത് ഈ എന്നെ സെന്റി മോഡ് കമ്മ്യൂണിറ്റിയാണ്. മാലിക്കിനെ ഞാൻ വെളുപ്പിക്കല് ചെട്ടിന്ന് വിക്ടിം മാത്രമേ ഞാൻ കാർഡ് പറഞ്ഞിട്ടുള്ളൂ. എല്ലാ പരിപാടി അത് തന്നെ ഇത്രയും ഉണ്ടാവും. കൊള്ളണമെങ്കിൽ ഓനെ ഒരു ഷെഡിക്കണ്ണനായിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ തൊപ്പി ഓനതാണെന്ന് അവൻ തന്നെ ഷെഡിക്കണ്ണനാണ് തെളിയിച്ചു. അവൻ മമ്മുവാണ്. അതിന് റെസ്പോണ്ട് നീ ചെയ്തു. അത് മൊട്ട ഓന്റെ മൊട്ട കീഴടാ നീ കേസിനൊക്കെ എടുത്ത് നിക്കുന്നതാടാ ഇത്രയും മൈരി, വലിയ അതിനൊന്നും എനിക്ക് പ്രശ്നം ഇതുണ്ടാവൂല. ഉണ്ടാക്കേണ്ട കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഇല്ല. പിന്നെ ഞാൻ ഓന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഞാൻ വിളിച്ചിട്ടില്ല. എനിക്ക് അതിന്റെ ഉം. താല്പര്യമില്ല. കണ്ണി കണ്ട കൂത്തിച്ച് മക്കൾക്ക് ഉണ്ടായവരെ വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ കൂത്തിച്ച് മക്കള് പിന്നെ ഉണ്ടായത് നിന്റെ എന്റെ തള്ളടാ തന്തയ്ക്ക് പൂറി വിളിച്ചാൽ മോനെ. ഞാൻ തിരിച്ചു വിളിക്കും. ആ ഞാൻ തിരിച്ചു വിളിക്കും. എനിക്കിങ്ങനെ ഇവന്റെ വ്യൂവർഷിപ്പ്, അയ്യോ അവന് 14,000 അയ്യോ പേര് അവനെ കാണുന്നുണ്ട്, അയ്യോ എനിക്ക് പേടി, എന്റെ വീട്ടിൽ കയറി തല്ലും അണ്ണാ കുണ്ണാന്ന് എന്നുള്ള വിളിച്ചിട്ട് നീ എല്ലാം ബാക്കിൽ എനിക്കൊരു നടക്കലുണ്ടല്ലോടാ. ഇതെല്ലാം മനസ്സിലായല്ലോ. കണ്ടിട്ട് ഞാൻ ഇതൊക്കെ എപ്പോഴാ പറഞ്ഞത് പോയപ്പോ നീ എനിക്ക് എല്ലാം കുണ്ണാന്ന് ഒരു വിളിക്കുന്നുണ്ടെങ്കിൽ അതെന്താ നിന്റെ ആവശ്യമില്ല സംസ്കാരം ഫസ്റ്റ്. നീടെ ആൾക്കാർക്ക് പിന്നെ മനസ്സിലായി കേട്ടാ. പിന്നെ എന്റെ എന്റെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മാനൊക്കെ ഓനെ വിളിച്ച തന്തയ്ക്ക് പന്ന പൂറി എനിക്കറിയാം മോനെ. ഞാൻ ഫസ്റ്റ് അതിന്റെ ഓഫ് ഓൾ. തള്ളക്ക് ഇന്നേ വരെ ഞാൻ ഫസ്റ്റ് വിളിച്ചില്ല ഓഫ് ഈ കാര്യം പറ, ഈ കേട്ടാ. പൂറി പിഴച്ചു മോനെ, നിന്റെ വെക്കുന്ന തള്ളക്ക് ഞാൻ ഇപ്പോഴെ വിളിച്ചില്ല. കൊടുക്കുന്ന അങ്ങ് വിളിക്കാൻ എന്നെ അറിയാത്തോണ്ടല്ലേ പറയണം അതിന്റെ തള്ളക്ക് വിളിക്കാണ്ടത്. സത്യം പറയല് ചെയ്യില്ല. കൂതിച്ച മക്കൾക്ക് ജനിച്ചത് നിന്റെ അതിന്റെ പൊന്നെ മോനെ അക്ക് വിളിക്കാൻ അറിയാത്തോണ്ടല്ല. ഇവനെ എന്താണ് റീച്ചിന് വേണ്ടിട്ടാണ് ഇത്ര ഇവരെ അവരാധിക്കുന്നത്. ലൈവ് പോലും ഇടാറില്ല. നിർത്തി എടാ, ഞാൻ ഒറ്റക്ക് ഒറ്റക്ക് എന്റെ ഭാഷയാണ് സംസാരിക്കണുണ്ടെങ്കിൽ പുതിയ മോനെ. അങ്ങനെ എനിക്ക് റീച്ച് സംസാരിക്കണം ഉണ്ടാക്കണം, മൈരെ. നിന്റെ ഒപ്പം നടക്കേണ്ട ആവശ്യമില്ല കുണ്ണ. നീ അത് മനസ്സിലാക്കി. നീ ഒരു തീട്ടോ തള്ളക്ക് വിളിച്ചാൽ കലിപ്പാവോന്ന് അവന് പട്ടി വെറും പട്ടി അപരാധി മോനാണ്. അവനെ താങ്ങി നിൽക്കേണ്ട ഗതിയോടുന്ന എനിക്ക് പൊന്നു ഷമീറ. പിന്നെ നിന്നെ ഇക്കാന്ന് വിളിച്ചു എന്ന് എപ്പോഴാണ് കുണ്ണ നിന്നെ ഇക്കാന്ന് വിളിച്ചത്? ഞാൻ എന്ത് വിളിക്കണം എന്ന് അറിയാത്തോണ്ട് ലീഡറേന്ന് വിളിച്ചേർന്നത് നിന്നെ പൊലയാടി മോനെ. അല്ലെങ്കിൽ നിന്റെ തന്തയ്ക്ക് കയറി വിളിച്ചല്ലേ ഫസ്റ്റ് ഞാൻ കുണ്ണെ. ഞാൻ ഇന്നേ വരെ നിന്നെ അപരാധിക്കാൻ ഞാൻ ഒന്നിനും വന്നിട്ടില്ല. പൊലയാടി മോനെ, നീ എന്റെ തന്തയ്ക്കും വിളിച്ചിട്ട് എടാ ഇവനല്ലടാ ആദ്യം എന്നെ ഷഡ്ഡി എന്ന് പറഞ്ഞത്. എന്നിട്ട് ഇപ്പം ഞാൻ തെറ്റിയാരൻ നിർത്തിക്കോ കേട്ടല്ലോ. എനിക്കിതിനെ ഈ പൊന്ന് ചെയ്യിക്ക ഈ കൂതിക്കണ്ണനൊന്നും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ലട്ടാ. ഷെഡിക്കണ്ണൻ അറിഞ്ഞിട്ടുള്ള പേരാണ്. ബിഗ് താങ്ക്സ് ടു ഈഗിൾ. സത്യം ഷെഡിക്കണ്ണൻ. ഓരോ പൂറി മോനൊക്കെ വന്നിട്ട് എന്റെ തന്തയ്ക്ക് ഇരുന്ന് വിളിച്ചിട്ട് അവൻ വെറുതെ ഇരിക്കണമെന്ന് വിചാരിക്കണ്ട. എന്തായാലും നീ എന്തായാലും നിനക്ക് ലൈവിൽ നിന്ന് നീ അവരാധിച്ചു. നീ എന്താ വെച്ചാൽ പറഞ്ഞ കുണ്ണ. ഞാനും പറയും, എനിക്കും തൊള്ളുണ്ട്, മനസ്സിലായാ? നീ പറയടാ എനിക്കും കുണ്ണെ, തൊള്ളുണ്ട്, എനിക്കും കാര്യങ്ങളുണ്ട്. നീ പറയടാ കുണ്ണെ. നിനക്ക് എന്താ പറയാനുള്ള വെച്ചാ നീ പറ. തള്ളയില്ലാത്ത സ്വഭാവം നീ ഇവിടെ കാണിക്കില്ല, മനസ്സിലായ? നീ ഇരുന്ന് ലൈവിൽ അത് നീ കാണിച്ചു, അത് നീ ഇപ്പൊ കാണിച്ചു ഓൾറെഡി. വാച്ച് പാർട്ടിയാണോ അവിടെ? പിന്നെ വാച്ച് ഇരുന്ന് ചേട്ടാ അവന് കുറച്ച് വ്യൂസ്. അതിന്റെ പൊന്ന് ഷെയ്ക്ക 1000 വ്യൂസ് ഉണ്ടായിരുന്ന തായോളിക്ക് എന്നെ അവരാഴ്ചന് ശേഷം 2500 വ്യൂസാ. പുണ്ടച്ചി മോനെ, നീ ഓർത്ത് വെച്ചോ, നിനക്ക് ഞാൻ തരുന്ന ഗിഫ്റ്റ് ആണ് കുണ്ണ. നീ എന്നെ വിറ്റ് പൈസ ഉണ്ടാക്കടാ. നീ എന്നെ വിറ്റ് പൈസ നീ അത് വെച്ച് കഞ്ഞി വെച്ചിട്ട് ആർക്കാന്ന് വെച്ചാൽ കൊടുക്കും. അങ്ങനത്തെ കോൺട്രവേഴ്സി കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് വൺ ബൈ വൺ വേറെ കാര്യങ്ങൾ പറയേണ്ടി വരുവേ. പിന്നെ ഷമീറ കുണ്ണ് എന്റെ കൂടെ ഉള്ളവരെ പറഞ്ഞ് ഇനി അവരാധിക്കുന്നില്ല പട്ടിപ്പൂരുവനെ. കേട്ടല്ലോ, എനിക്ക് ഒരു കുണ്ണനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു കുണ്ണനെ പേടിക്കില്ല. തള്ള വിളി കേട്ടോ, നീ ഓർത്തോ. വിളിപ്പിക്കണ്ട. ശരിയാവില്ല. നീ ഒന്നുകൂടെ എവിടെന്നോ വന്ന കുണ്ണ പൊലയാടി പോണെ. ഞാൻ നിന്നതിന്റെ ഒരു അംശം പോലും നീ ഗ്യാങ്ങിന് വേണ്ടി നിന്നിട്ടില്ല, മനസ്സിലായ? GTA ഗ്യാങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞു, പുറത്തത്തെ കാര്യം എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ എന്റെ ഗ്യാങ്ങിന് വേണ്ടിട്ട് നിന്ന പോലെ നീ ഒരു അംശം പോലും നിന്നിട്ടില്ലടാ കൂത്തിച്ചി മോനെ. കേട്ടോ, നീ മനസ്സിലായിക്കോ കേട്ടോ. നീ ഇരുന്ന് അപരാധിക്കും. നീ അത് സ്വയം ആരാന്ന് കൂടി ചിന്തിക്ക്. നീ ഇരുന്ന് വലിയ കുണ്ണടിക്കണ്ടല്ലോ, നിനക്ക് വലിയ നേടിയ പോലെ നീ ആക്കുന്നുണ്ടല്ലോ. ഞാനൊന്നും നേടിച്ചൊന്നുമില്ല, ഞാൻ ശരിയാണ്. പക്ഷെ നീ എന്താ പറയാ, ഗെയിം സെൻസ് പോലില്ലാത്ത കുണ്ണ നീ എന്നെ ഇരുന്ന് അവരാധിക്കണം കൂതി മോനെ. അല്ല, അവന് 7 കൊല്ലം കളിക്കണ എന്നെ ഇരുന്നിട്ട് പറയും ഇന്നലെ വന്ന കുണ്ണാന്ന് പൊലയാടി മോനെ. 7 കൊല്ലായി കുണ്ണ ഞാൻ അവിടെ കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട്. നീ എന്നാ വന്നത് ആയോളി? ഇനിയിപ്പോ ഞാൻ പോയിട്ട് ആ തായോട് ലൈവ് ഒന്നും കാണില്ല. ഞാൻ അവന് അന്നാളത്തെ ഇഷ്യൂ വന്നപ്പോഴേ ഞാൻ സബ് ചെയ്ത് പോയതാ. എടാ എല്ലാരുടെ അടുത്തും കൂടെ ആണ് കേട്ടാ. KVM മാലിക് അല്ല കൈസ്, ഇത് അട്ടപ്പാടി മാലിക്. കാലിക്ക് സിറ്റിക്ക് അകത്ത് കൊണക്കാത്തത് ബാങ്ക് കിട്ടുന്ന എഴുതിട്ടാ, അതുകൊണ്ടാണ് മിണ്ടാതെക്കുന്നത്, മനസ്സിലായ?
ഇവന്മാരുടെ എല്ലാവരുടെയും ഇതൊക്കെ ഉള്ളിലുള്ള വെറുതെ സ്വഭാവം പറയിപ്പിച്ചതാ ഇത് guys. തന്നെയാണ്. ഈ പറഞ്ഞ ഇപ്പൊ സംസാരിച്ച കുണ്ണയിലുണ്ടോ ഒരു തന്തിയും തള്ളി ഇല്ലാണ്ട് പേച്ച് പറ്റ ഒരു പൂറി മോനുണ്ടല്ലോ. അപ്പൊ ഈ പൂറി മോന്റെ സ്വഭാവം തന്നെയാണ് ഇതിൽ കളിക്കുന്ന എല്ലാവർക്കും ഉള്ളത്. ഇപ്പൊ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായല്ലോ ഇവന് എങ്ങനെ തന്തയും തള്ളി ഇല്ലാണ്ടായതെന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. ഇവന്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെ ആയിരിക്കും ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. ഇട്ടിട്ട് പോകും. കാരണം എന്താ ഈ പറഞ്ഞ തന്തനെല്ലാം കയറി ഇങ്ങനെ ആയിരിക്കും വിളിക്കുന്നത്, തള്ളനെയും കയറി ഇങ്ങനെ തന്നെ ആയിരിക്കും വിളിക്കുന്നുണ്ടാവും ഇവൻ. കാരണം ഇവന്റെ സ്വഭാവം അതാ. അതിപ്പം മനസ്സിലായല്ലോ ഇവന്റെ സ്വഭാവം എന്താ. ഇങ്ങോട്ട് തന്നെ ഇതും പറഞ്ഞിട്ട് അതിന് ഞാൻ തിരിച്ചു പറഞ്ഞതിന് കണ്ണാ കൊണ്ടാ വന്നിട്ട് ഇങ്ങോട്ട് കൊണക്കാനോ. നിനക്കല്ല ഞാൻ തരാം, നിന്റെ ഉപ്പാന്റെ ഉപ്പാക്ക് ഞാൻ തരുന്നുണ്ട്. മനസ്സിലാ? അത് നാളെ അത് മോൻ വാങ്ങ്. അത് നിനക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം നിനക്കൊന്നും ഇത് നോക്കേണ്ട ആവശ്യമില്ല. നിനക്കല്ല ഈ പറഞ്ഞ പോലെ ഗെയിം കളിക്കുക ഊമ്പാന്നല്ലാണ്ട് ഇതിൻ്റെ അപ്പുറത്തോട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ട് അതിന് ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്നെല്ലാം വേണം. മനസ്സിലാവും? അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഊമ്പിക്കുന്ന പരിപാടി അത് നിങ്ങളെല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അതിൽ യാതൊരു കുഴപ്പമില്ല. പിന്നെ ആലോചിക്കണം, ഞാൻ ഒറ്റക്കാ, നിങ്ങൾ ഇത്രയും ആൾക്കാരുണ്ട്, അതും കൂടി ഒന്ന് ആലോചിച്ചാൽ മതി. അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട്. അതൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അണ്ണ അവിടെ എന്ത് ചെയ്യുന്നു നോക്കണ്ട. അവിടെ ഇരുന്ന് ഒന്നല്ലെങ്കിൽ എന്നെ പറഞ്ഞോണ്ടിരിക്കണായിരിക്കും തമ്പരതായോടി. വിട് ഇത് വീടണ്ണ. ഈ മുട്ട കേസൊക്കെ വീടണ്ണ. ഈ തീട്ട കൂണക്കൊക്കെ വേണ്ടി പിന്നെ സത്യം. ഞാന് അതാ ഒരു കാര്യം കൂടി. മാലിക്ക് തെറിയല്ലാതെ കാര്യം പറയാണ്ടേ പറഞ്ഞോ. അല്ലല്ല വെറുതെ ഞാൻ പറഞ്ഞേക്ക് ഞാൻ കാര്യമില്ലാതെ പറയൂലെന്ന് അറിയാലോ. മതി കേട്ടോ. മതി എന്ന് പറയുമ്പോ ഇവനവിടെ അടങ്ങണം. അത് ഓനറിയാം, റാംബോക്ക് അറിയാം അതെന്താ കാര്യം എന്നുള്ളത്. ഈ കണ്ട കുണ്ണാൾക്ക് ഇതൊന്നും അറിയും ചെയ്യില്ല. ഇവർക്കൊന്നും ഇത് അറിയും വേണ്ട. ഇവർക്കെല്ലാം വെറുതെ വന്ന് കൊണച്ചാ മതി. മാസമായിരിക്കും ഇവന്റെ മാസമായിരിക്കും ഇത്. ഓനടിക്കട്ടോ അവന്റെ വീട്ടിലെ മാസം. അത് പറ. ഈ കള്ള കേസ് എന്റെ തലയിടല്ലേ, ഞാൻ കോടതി പോകും. ഏത് കള്ളക്കേസോ? കുണ്ണെ ആ സെർവർ ഡംപ് ചെയ്ത് അതിന്ന് പ്രത്യേകിച്ച് MRCന്റെ അസറ്റ് ഇതാക്കിയതിന് എന്റെ ക്യാഷ് ഗാങ് ഹൗസ് പണിയിപ്പിക്കാനും അതേപോലെ വണ്ടി പണിയിപ്പിക്കാനും ഇതാക്കിയതിന്റെ പൈസ എപ്പ തരും? സംഭവം ശരിയാണ്, നമുക്ക് ഗാങ് ഹൗസ് പണിയാൻ തന്നില്ല കസ്റ്റമർ.